ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാപ്രാണനായകം പത്മനാഭപുരാധീശം പത്മനാഭം നമാമ്യഹം. പരം പ്രധാനം പുരുഷം മഹാന്തം കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗതപ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. എന്നാമധേയശ്രവണാനുകീർത്തനാൽ യൽ പ്രഹ്വണാൽ യൽ സ്മരണാദപിക്വചിൽ ശ്വാദോപി സദ്യസവനായ കൽപ്പതേ കുതഃ പുനസ്തേ ഭഗവന്നു ദർശനാൽ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതം കലികാലത്ത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ താത്വികമായിട്ടുള്ള രീതിയിൽ ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരോപാസന അല്ലെങ്കിൽ ഈശ്വരാശ്രയത്വം എങ്ങനെ കൈവരിക്കണം എന്നും പറഞ്ഞു തരുന്ന ശാസ്ത്രമാണ്. നൈമിശാരണ്യം എന്ന തപോവനത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആ നൈമിശാരണ്യ തപോവനത്തിൽ സൂത ശൗനക സംവാദ രൂപത്തിലാണ് ഭാഗവതം എന്നല്ല, എല്ലാ പുരാണങ്ങളും ഒരുവിധം സൂത ശൗനക സംവാദ രൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കപില മഹർഷി ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ശാസ്ത്രജ്ഞൻ എന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞൻ ഒരിക്കലും ഒരു സാധനം നിർമ്മിക്കുന്ന ആളല്ല, നോഹൗ അറിയുന്ന ആൾ, ഒരു നിർമ്മിതിയുടെ രഹസ്യം അറിയുന്ന ആളാണ് ശാസ്ത്രജ്ഞൻ. അപ്പോൾ ആ ശാസ്ത്രജ്ഞൻ ആയ കപില മഹർഷി അമ്മയായ ദേവഹൂതിയോട് തം ത്വാ ഗതാഹം ശരണം ശരണ്യം സ്വഭൃത്യ സംസാരതരോഹ കുഠാരം ജിജ്ഞാസയാഹം പ്രകൃതേ പൂരുഷസ്യ നമാമി സദ്ധർമ്മവിദാം വരിഷ്ഠം എന്ന് ആശ്രയിച്ചപ്പോഴാണ് ഉപദേശിച്ചത്. വാസ്തവത്തിൽ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള പോസ്റ്റ് ലഞ്ച് പീരീഡിൽ പറയേണ്ടതല്ല കപിലോപദേശം. കാരണം ഇവിടെ ഇരിക്കുന്ന ദേവഹൂതിമാരും കർദമന്മാരും ഒക്കെ നല്ല സമാധിയിലായിരിക്കും. ഓൾറെഡി നല്ല ഫാനും നല്ല അന്തരീക്ഷമുണ്ട്. പക്ഷേ വാസ്തവത്തിൽ കപില മഹർഷി പറയുന്ന 2 വാക്കുകൾ മാത്രമേ കപിലോപദേശത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളൂ. ഈ 2 വരികൾ, വാക്കുകളല്ല വരികൾ, അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഈശ്വരനെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാവാൻ വഴിയില്ല. ആചാര്യന്മാരുടെയൊക്കെ ഉപദേശം വാസ്തവത്തിൽ ഒരു വരിയിൽ ഉപദേശിക്കും, അങ്ങനെ പതിവ്. ഒരു വരിയിൽ ഉപദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ എക്സ്പാൻഷൻ, ആ ചോദ്യം ഉണ്ടെങ്കിലേ ഉത്തരം പറയുള്ളൂ. ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ശ്രോതാക്കൾ ചോദിക്കില്ല എന്നുള്ളൊരൊറ്റ ഉറപ്പിലാണ് ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാർ മഹാത്മാക്കളായിട്ട് നടക്കുന്നത്. അത് ചോദിക്കുക എന്നുള്ളത് ശ്രോതാവിൻ്റെ ചുമതലയാണ്. ശ്രവണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം പൃച്ഛ ആണ്. പൃച്ഛ എന്ന് വെച്ചാൽ ചോദ്യം. ചോദിക്കുന്നവനെ മാത്രമേ ശ്രോതാവ് എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ മഹാശ്രോത്രിണി ആയിട്ടുള്ള അല്ലെങ്കിൽ അമ്മ ദേവഹൂതി,
ആ ദേവഹൂതിക്ക് ലോകത്തിലെ സകല സുഖ സൗകര്യങ്ങളും ലഭിച്ചപ്പോൾ അതിലൊന്നും സുഖമില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് അമ്മയ്ക്ക് ഒരു റിവേഴ്സ് തോട്ട് ഉണ്ടായത്, ഒരു തിരിച്ച് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നതും അതിൻ്റെ ഉത്തരമായിട്ട് കപില മഹർഷി ഉപദേശിക്കുന്നത്. യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായ മേ അത്യന്തോപരതിർ യത്ര ദുഃഖസ്യച സുഖസ്യച എന്ന് ഒരൊറ്റ ശ്ലോകത്തിൽ വാസ്തവത്തിൽ കപിലോപദേശം അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. ആധ്യാത്മിക യോഗത്തിലൂടെ ജീവിച്ചാൽ വല്ലാത്ത ഒരു ദുഃഖസുഖ ഭേദഭാവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ആദ്യം ഉപദേശിച്ചു. അമ്മയുടെ ചോദ്യം അതായിരുന്നു. നിർവിണ്ണ നിതരാം ഭൂമൻ അസതീന്ദ്രിയ തരിഷണാൽ, ഇന്ദ്രിയങ്ങളെല്ലാം അസത്തുക്കളായാൽ മനസ്സിനെ മഹത്തത്വത്തിൻ്റെ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ദശ ഇന്ദ്രിയങ്ങൾ, പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ച കർമ്മേന്ദ്രിയങ്ങളും ദുഷിച്ചാൽ എത്ര നല്ല ആളും കൊള്ളില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ദ്രിയങ്ങൾ നല്ലതിനാണെങ്കിൽ ഇത് ഏറ്റവും ടോപ്പിലെത്തിക്കാനും, ഇതേ ഇന്ദ്രിയങ്ങൾ നമ്മൾ ദുർവാസനകളെ കൊണ്ട് ചീത്ത വഴിയിലൂടെ സഞ്ചരിപ്പിച്ചാൽ അത് എന്താ പറയുക, ഒരു ദുരവസാനത്തിന് കാരണമായി തീരും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ കുഴപ്പമല്ല. അമ്മ ഇവിടെ ചോദിക്കണത് ഇന്ദ്രിയങ്ങളുടെ കുഴപ്പമായിട്ടാ. അസതിന്ദ്രിയ തരിഷണാൽ, അസത്തുക്കളാകുന്ന ഇന്ദ്രിയങ്ങൾ എന്നെ ചുമ്മാ പിടിച്ചു വലിക്കുന്നു ഉണ്ണി. ഈ ഇന്ദ്രിയങ്ങളുടെ ചീത്ത സ്വഭാവം കാരണം ഞാൻ കൂരാക്കൂരിട്ടിലേക്ക് വീണുപോകുന്നു. ഇവിടെ എൻ്റെ ഈ അന്ധത മാറ്റാൻ, ഈ ഇരുട്ട് മാറ്റാൻ സ്വയം ജ്യോതിസായി ഉയർന്നു വന്ന പ്രകാശമായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് സാധാരണക്കാരുടെ ഇടയിൽ നീ വരാറില്ല. ഞാൻ എന്തോ ചെയ്ത അനവധി ജന്മത്തിലെ സുഹൃതം കൊണ്ട് എൻ്റെ പുത്രനായി നീ ഇവിടെ വന്നു. പക്ഷേ ഈ സുഹൃതമൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. കാരണം നീ പുത്രനായിട്ട് വന്നിട്ട് പോലും എനിക്ക് ഈ സുഖദുഃഖങ്ങളെ മാറിക്കാണാൻ സാധിക്കുന്നില്ല. അപ്പം അതൊന്ന് എനിക്ക് വിശദീകരിച്ച് തരണം എന്നാണ് ദേവഹൂതിയുടെ ചോദ്യത്തിൽ നിന്ന് കപിലോപദേശം ആരംഭിക്കുന്നത്. മകൻ അമ്മയ്ക്ക് നൽകിയ അധ്യാത്മദീപം എന്നുള്ളത് ഒരു 1.25 മണിക്കൂർ കൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ പറയാം എന്നല്ലാതെ സാധാരണ കപിലോപദേശം അത്ര ചുരുക്കി പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല, വിസ്തരിച്ച് പറഞ്ഞാൽ ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിലിപ്പോൾ ഏത് ഭാവത്തിലാണിത് സ്വീകരിക്കേണ്ടതും പറയേണ്ടതും എന്നുള്ള കൺഫ്യൂഷൻ തന്നെ നമുക്കുണ്ട്. പ്രധാനമായിട്ടും ഭഗവാന്റെ ഈ ഒരു വാക്ക്, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ അത്യന്തോപരതിർ യത്ര ദുഃഖസ്യച സുഖസ്യച എന്ന ആദ്യത്തെ വാക്കും സാഖ്യയോഗം അവസാനിപ്പിക്കുമ്പോൾ തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയേൽ എന്നുള്ള വാക്കും എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എൻകാപ്സുലേഷൻ ആണ് വാസ്തവത്തിൽ വേണമെങ്കിൽ കപിലോപദേശം എന്ന് പറയാം. അപ്പം ഈ രണ്ട് വാക്കുകൾ താം അസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രേയസായമേ എന്ന് ഉപദേശം ആരംഭിച്ചു. ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഭഗവന്മയമാണെന്ന് ചിന്തിക്കൂ അമ്മേ. അവിടെ സുഖദുഃഖങ്ങൾക്ക് അവർ തോറ്റോടി തുന്നമ്പാടി പോകുന്നത് കാണാൻ സാധിക്കും. നമ്മൾ എത്രയോ കാലമായിട്ട് നൈമിശാരണ്യത്തിൽ നിന്ന് സത്രത്തിൽ പങ്കെടുക്കുന്നു. എത്രയോ കാലമായിട്ട് നിങ്ങളെല്ലാവരും അനവധി ഭാഗവത സപ്താഹവേദികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളായിരിക്കാം, സപ്താഹം നടത്തുന്ന ആൾക്കാരായിരിക്കാം, ഭാഗവതം പഠിപ്പിക്കുന്ന മഹാത്മാക്കൾ ഇതിലുണ്ടായിരിക്കാം. പക്ഷേ നോ യൂസ്, കാര്യം ഉണ്ടാവുന്നില്ല. അത് നമ്മൾ ഓരോരുത്തരുടെയും മുഖം നോക്കിയാൽ അറിയാം. അപ്പോൾ ഈ കാര്യമില്ലാത്തതിൻ്റെ കാരണമാണ് വാസ്തവത്തിൽ ദേവഹൂതി ഇവിടെ ചോദിച്ചത്.
എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നീ തന്നെ എൻ്റെ മകനായിട്ട് അവതരിച്ചിട്ടും ഞാനെന്താ അങ്ങനെ കൂരാക്കൂരിട്ടിലേക്ക് കരഞ്ഞുകൊണ്ടിരിക്കണത് ഇപ്പോഴും? അപ്പം ഈ ഇന്ദ്രിയങ്ങളെ നേർക്ക് നിർത്താൻ എന്താ വഴി എന്ന് ചോദിക്കുമ്പോഴാണ് യോഗ ആധ്യാത്മിക പുംസാം. ആധ്യാത്മിക യോഗമാണ് മനുഷ്യന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന. യോഗപ്രവൃത്തയാ ധിയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന. യോഗമാർഗങ്ങളെ കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധിയാൽ, ആ ബുദ്ധിയിൽ നിന്ന് ഈ ഈശ്വരനാണ് സർവ്വതും എന്ന ബോധ്യം വന്ന ഭക്തിയാൽ, ആ ഭക്തിയിലൂടെ സമ്പാദിക്കപ്പെടുന്ന ഈ ഇഹലോക സകല പദാർത്ഥങ്ങളോടുമുള്ള വിരക്തിയാൽ, ആ വിരക്തിയിൽ നിന്ന് സകല പദാർത്ഥങ്ങളിലും അർത്ഥം നൽകുന്ന സ്വരൂപനായ ഈശ്വരനാണ് എന്ന ജ്ഞാനത്താൽ വിവിച്യ ആത്മനി ചിന്തയേൽ, വിവേചിച്ച് മനസ്സിലാക്കി ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിച്ച ഒരാൾക്ക് പിന്നെ എങ്ങനെ ഇവിടെ രണ്ടുണ്ടാവും? സുഖം ദുഃഖം, ആണ് പെണ്ണ്, രാത്രി പകൽ, മൃഗം മനുഷ്യൻ എന്ന രണ്ട് ഭാവം എങ്ങനെയുണ്ടാവും? ഇപ്പം നമ്മളുടെയൊക്കെ സാധാരണ വേദിയിൽ ഇപ്പം തത്വപ്രവചനം എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഭാഗവതത്തിൽ വാസ്തവത്തിൽ തത്വപ്രവചനം എന്ന് പറഞ്ഞാൽ ആ ഭാഗവതം ആസ് ഇറ്റ് ഈസ് അവതരിപ്പിച്ചാൽ അത് തത്വപ്രവചനമാണ്. അതിൽ വേറെ തത്വം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ തത്വ ആഗ്രഹികളാണ് എല്ലാവരും. ഈ തത്വ ആഗ്രഹികൾ പലപ്പോഴും തത്വഗ്രാഹികൾ ആവുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ തത്വത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നൊരു പരമാർത്ഥം അവിടെയുണ്ട്. കതി തത്വാനി വിശ്വേശ സംഖ്യാതാം ഋഷിഭി പ്രഭോ എന്ന് ഉദ്ധവൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ വാസ്തവത്തിൽ എത്ര തത്വങ്ങളുണ്ട്? ഈ തത്വസംഖ്യകളെ എത്രയായിട്ട് നിർവചിക്കാം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണത് 17, 18, 1, 3, 4, 24, 26 പല തരത്തിൽ പറയും ഉദ്ധവ. വെറുതെ ചുമ്മാ അവിടെ കിടന്ന് കൺഫ്യൂഷൻ അനുഭവിക്കാതെ എൻ്റെ ഏറ്റവും വലിയ തത്വമായ എന്നിലേക്ക് എത്തിച്ചേരൂ, എൻ്റെ മായ ഏറ്റവും വലിയ തത്വമായി കണ്ടുകൊണ്ട് ആ തത്വത്തെ മനസ്സിലാക്കി എന്നിലേക്ക് എത്തിച്ചേരൂ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. ഉദ്ധവൻ ആള് ചില്ലറക്കാരനല്ല എന്ന് ഭാഗവത് അറിയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം തത്വ ആഗ്രഹികളായിട്ടുള്ള നമുക്ക് തത്വഗ്രാഹം അത്ര പെട്ടെന്ന് സിദ്ധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം നൈമിശാരണ്യത്തിൽ പിന്നെയും സത്രം ഉണ്ടാവുന്നതില്ല. ഇങ്ങനെ ഒരു സത്രം കൊണ്ട് എല്ലാവരും മോക്ഷം കിട്ടിപ്പോയേനെ. അപ്പം തത്വഗ്രാഹം നമുക്ക് സംഭവിക്കുന്നില്ല. അതിനെന്താ കാരണം? അതാണ് പറഞ്ഞത്, അതാണ് ഭഗവാൻ പറഞ്ഞത്. തമസ്മിൻ പ്രത്യഗാത്മാനം ധിയാ യോഗപ്രവൃത്തയാ ഭക്തിയാ വിരക്തിയാ ജ്ഞാനേന. തത്വഗ്രാഹം ഭക്തിയിലൂടെ അല്ലാതെ മറ്റൊരു സാധനയിലൂടെ തത്വഗ്രാഹം സാധ്യമല്ല. കപില മഹർഷിയും ഉപദേശിക്കുന്നത് അതുതന്നെ. ഭക്തി എന്നുള്ളത് അഭ്യാസമാവരുത് എന്നുള്ളതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവ സംരംഭി ഭിന്നദൃഗ്ഭാവം മയി കുരിയാൽ സ താമസ. അമ്മയ്ക്ക് കുറച്ച് ഞാൻ ഉപദേശിക്കുന്നുണ്ട്. അമ്മ ചോദിക്കുകയാണ്, എത്ര തരത്തിലുള്ള ഭക്തിയുണ്ട്, ഇതിലേത് ഭക്തിയാണ് എനിക്ക് ആപ്റ്റായിട്ടുള്ളതെന്നാണ് ചോദ്യം. വാസ്തവത്തിൽ ഈ ഭക്തിയിൽ വൈവിധ്യമുണ്ടോ? ഈ ഭക്തിയിൽ വൈവിധ്യമുണ്ടെങ്കിൽ ആ വൈവിധ്യം ഏതൊക്കെ? എന്തുകൊണ്ടാണ് ആ വൈവിധ്യങ്ങൾ ഉണ്ടായി? ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഭക്തന്മാരും ഒരുപോലെയല്ലേ? അതെന്തിനാ ഈ കാറ്റഗറൈസേഷൻ? പൗരത്വ ബിൽ എന്തിനാണെന്നാണ്. പൗരന്മാരെ എന്തിനാ ഇങ്ങനെ 4ആയും 5ആയും തിരിക്കുന്നത്? ഇത് എനിക്ക് മനസ്സിലാവില്ല. ഭക്തന്മാരെ 4ഉം 5ഉമാക്കിയിട്ട് തിരിക്കണത് എന്തിനാ? ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, അഭിസന്ധായ യോ ഹിംസാം ദംഭം മാത്സര്യമേവവാ. ഞാനൊരു ഭക്തനാണെന്നുള്ള അഹങ്കാരമുള്ള എത്ര ആൾക്കാരുണ്ട്? മറ്റുള്ളവരോട് വളരെ പുച്ഛത്തോടെ പെരുമാറുന്ന എത്ര ആളുകളുണ്ട്? ഭക്തി ഉണ്ടായിട്ട് അവനെ എന്തിനു കൊള്ളാം? ഞാൻ 30 വ്യാഴാഴ്ച എല്ലാ 30 വ്യാഴാഴ്ചയും ഗുരുവായൂർ പോകുന്നവൻ, കൊല്ലത്തിൽ ഒരിക്കൽ പോലും ഗുരുവായൂർ പോകാത്തവനവൻ.
എന്ന് പറയുന്ന ഭക്തി. സംരംഭി ഭിന്നദൃക് ഭാവം. സംരംഭി എന്ന് വെച്ചാൽ ദേഷ്യം വരുന്ന ഭക്തി. ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമെന്ന വികാരത്തിന് പ്രാധാന്യമില്ല. ഗംഗാതീരത്ത് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹം ചിരിച്ചല്ലാതെ ആരും കണ്ടിട്ടില്ല. ഒരാൾ തീരുമാനിച്ചു, ഞാൻ അയാളെ ചൂടാക്കും എന്ന് തീരുമാനിച്ചു. അദ്ദേഹം കുളിച്ചു വരുന്ന സമയത്ത് വായിൽ നല്ലവണ്ണം മുറുക്കി ചുവപ്പിച്ച് ആ മുറുക്കാൻ ആ ബ്രാഹ്മണൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് തുപ്പിയപ്പോൾ അദ്ദേഹം ഒരു സ്തോഭമാറ്റം ഇല്ലാതെ അതങ്ങോട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞ് പോയി കുളിച്ചു. തിരിച്ചു വന്നു. വീണ്ടും തുപ്പി, വീണ്ടും കുളിച്ചു, വീണ്ടും തുപ്പി, വീണ്ടും കുളിച്ചു തുപ്പി. കുറച്ച് നേരം അവസാനം ഇയാളുടെ വായലത്തെ തൊലി പോയി. വെറ്റിലങ്ങനെ വല്ലാണ്ട് മുറുക്കിയാൽ തൊലി പോകാണ്ടിരിക്കുമോ? വീണ്ടും നമസ്കരിച്ചു. ബ്രാഹ്മണ, എവിടുന്ന ഈ ഭാവം കിട്ടിയത് അങ്ങേക്ക്? തുപ്പും എന്ന് പറഞ്ഞാൽ മതി, ആൾക്കാർ സഹിക്കില്ല. അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇത്രയധികം അങ്ങയെ അപമാനിച്ചിട്ടും ഒരു സ്തോഭമാറ്റവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ അങ്ങേക്ക് എവിടുന്ന് ഈ ശക്തി ഉണ്ടായി? എന്നെ ഒന്ന് ശിക്ഷപ്പെടുത്തണേ. ബ്രാഹ്മണൻ പറഞ്ഞു, അയ്യോ അങ്ങനെ അപമാനിക്കേ. സാധാരണ ഞാൻ ഗംഗയിൽ വൈകുന്നേരം, രാവിലെ ചിലപ്പോൾ മധ്യാഹ്നത്തിന് കുളിക്കും. നല്ല തണുപ്പുണ്ടെങ്കിൽ കുളിക്കാറില്ല. വൈകുന്നേരം കുളിക്കും. 2 നേരം, കൂടിയാൽ 3 നേരം. അത്രേ ഞാൻ കുളിപ്പതിയുള്ളൂ. അങ്ങ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ ഗംഗയിൽ എത്ര കുളിച്ചു? സോ അത് അങ്ങനെ ബഹുമാനിക്കല്ലേ ചെയ്തു. ഇതെങ്ങനെ അപമാനമാണത്? ഇതാണ് ഭക്തി. നിങ്ങൾ സ്വയം ചിന്തിക്കാനാണ് ഈ കാറ്റഗറൈസേഷൻ. ഞാൻ എവിടെ നിൽക്കുന്നു, ഇനി എവിടേക്ക് ഉയരണം. നമ്മുടെ യോഗമാർഗങ്ങളെല്ലാം ഗ്രാജുവേഷനാണ്. ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്കുള്ള മാർഗങ്ങളാണ്. ഭാഗവതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ PhD, ഇതിൻ്റെ മാസ്റ്റർ ഡിഗ്രി, ഇതിൻ്റെ ഡോക്ടറേറ്റ് എന്ന് പറയണത് അത് ഭക്തിയാണ് എന്ന് നമുക്ക് ബോധ്യം വരും. ഈ ഗ്രാജുവേഷനിലാണ് ജ്ഞാനവും വൈരാഗ്യവും. ഈ ജ്ഞാനവൈരാഗ്യങ്ങളിലൂടെ നമ്മൾ എത്തിച്ചേരേണ്ടത് മറ്റുള്ളവരുടെ വൈരാഗ്യത്തിലേക്കല്ല, ഈ കാണുന്ന വസ്തുക്കളോടുള്ള വൈരാഗ്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. ആ വൈരാഗ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നാൽ ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ചീത്തതില്ല. യഥാ വാതരഥോ ഘ്രാണമാവൃത്തെ ഗന്ധ ആശയാൽ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്. കാറ്റിനെ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ കാറ്റിനാൽ കൊണ്ടു നടക്കപ്പെടുന്ന ഗന്ധം, അത് ദുർഗന്ധമായാലും സുഗന്ധമായാലും സമ്മിശ്ര ഗന്ധമായാലും വായുവിന് ആ ഗന്ധത്തിനോട് ബന്ധമില്ലാതെ സഞ്ചരിക്കുന്നത് പോലെ ഒരു ഭക്തൻ സഞ്ചരിക്കും. വാസ്തവത്തിൽ ഭക്തിയുടെ 2 ഭാവങ്ങൾ മാത്രമാണ് ജ്ഞാനവും വൈരാഗ്യവും. ഐ എം വെരി സോറി ടു സേ ദാറ്റ് ഹിയർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ, അമ്പലത്തിലൊക്കെ പോയി ഒരുവിധം ഭക്തിയായി, ഇനി കുറച്ച് അറിയട്ടെ എന്നാണ്. എന്നാൽ ഭാഗവതം അല്ലെങ്കിൽ കപില മഹർഷി നമ്മളെ പഠിപ്പിക്കണത് അറിഞ്ഞേ ഭക്തി ഉണ്ടാവുള്ളൂ. അറിഞ്ഞുള്ള ഭക്തിക്ക് പ്രാധാന്യമുള്ളൂ. ഈശ്വരനെ അറിയാത്ത ഭക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല. ഭസ്മന്യേവ ജുഹോതിസ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കനലിൽ ഈ തീയിൽ ഹോമിക്കാം, ഭസ്മത്തിൽ ആരെങ്കിലും ഹോമിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഭൂതഗ്രാവാമാനിന, ചുറ്റും നിൽക്കുന്ന ഭൂതജാലങ്ങളെ അപമാനിച്ചുകൊണ്ട് അവൻ എന്നെ ഗംഭീരമായിട്ട് അർച്ചിക്കുമെങ്കിൽ അമ്മേ, ഞാൻ അവനെ മൈൻഡ് ചെയ്യാൻ പോണില്ല. ചുറ്റുപാടുമുള്ള ആളുകളെ ഈശ്വരനായി കാണുന്ന ആളുകൾക്ക് മാത്രമേ ഭാഗവതത്തിൽ പ്രാധാന്യമുള്ളൂ. പ്രത്യേകിച്ചും കപിലോപദേശത്തിൽ സന്തം ആത്മാനം ഈശ്വരം എന്ന് പറയുന്നുണ്ട്. അപ്പം മനുഷ്യന്മാർ ഈശ്വരന്മാരാണെന്ന് ബോധ്യം വന്നാലേ നമുക്ക് മനുഷ്യ സമത്വം ഉണ്ടാവുള്ളൂ. അപ്പോഴേ ഭഗവാന്റെ മുമ്പിലും സമത്വം ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടെ ഈ കാറ്റഗറൈസേഷൻ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നുവെന്നും അതൊന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ താമസ ഭക്തിയെക്കുറിച്ചും ഭഗവാൻ ഉപദേശിക്കും. രാജസഭക്തി അർച്ചാദ വർച്ചയേ ദ്യോമാം പൃഥക് ഭാവസ രാജസ എന്ന് വെച്ചാൽ കേവലം രാവിലെ ആയാൽ വൈകുന്നേരം വരെ
പൂജയും ഹോമം ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർ രാജസഭക്തന്മാർ. വേറെ ജോലിയൊന്നുമില്ല. അടുത്തൊരാൾ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ അത് ശുദ്ധമാണ്, തൊടാൻ പാടില്ല എന്ന് പറയും. താൻ കുളിച്ചിട്ടില്ലല്ലോ, കുളിച്ചു വരാം, എന്നിട്ട് വെള്ളം കുടിച്ചോളാം എന്ന് പറയുന്ന ആൾ രാജസഭക്തന്മാർ. ഭരതരോഹിഗുണ സംവാദത്തിൽ അദ്ദേഹം ഈ ധർമ്മത്തെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭരതയോഗീശ്വരൻ ഉപദേശിക്കുന്നത് വിനാ മഹൽപാദ രജോഭിഷേകം, സജ്ജന സംസർഗത്തിൽ പോയി വിനയമുണ്ടാവാതെ നമ്മൾ ഏത് ധർമ്മം അനുഷ്ഠിച്ചിട്ട് എന്താ കാര്യം എന്നാണ്. ഇവിടെ എന്താ പറയുക, കപില മഹർഷി ഉപദേശിക്കുന്നു സ്വധർമാചരണം ശക്തിയ വിധർമാച്ച നിവർത്തനം ദൈവാലബ്ധേന സന്തോഷ. അപ്പം ഈ ഭക്തി എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കാണുന്ന അപ്പാരൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല. നമുക്ക് കാണാവുന്ന ഒരു പെർഫോമൻസ് ലെവലിൽ നിൽക്കുന്ന ഒരു പെരിഫറൽ വികാരമല്ല ഭക്തി. ഭക്തിയാണ് ജ്ഞാനം. ജ്ഞാനം ഭക്തിയിലൂടെ അല്ലാതെ നേടാൻ സാധിക്കുകയില്ല. എത്ര പുസ്തകം വായിച്ചാലും ശരി. ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം ഈ സമയത്ത് എഴുതിയിട്ടുണ്ട്, സാഖ്യം വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ വായനക്കാരനേക്കാൾ അധികം വേണ്ടത് വിചാരമാണ് എന്ന്. നമ്മൾ ഒരുപാട് വായിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളെല്ലാവരും ആ കാര്യത്തിലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആചാര്യന്മാരെക്കാളൊക്കെ എത്രയോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരുപാട് അറിവുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ എന്നെ ഇവിടെ എത്തിച്ചതും നിങ്ങളെ അവിടെ എത്തിക്കുന്നതും ഏതാ വ്യത്യാസം? ഭക്തിയിലൂടെ നേടുന്ന അറിവാണ് വാസ്തവത്തിൽ അറിവ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ കേവലം തലക്കനം കൂട്ടാനുള്ള ഒരറിവായിട്ട് മാത്രം അത് മാറും. അപ്പം ജ്ഞാനം എന്നുള്ളത് ഭക്തിയിലൂടെ സമ്പാദിക്കുമ്പോൾ, കാരണം അനുഭവജ്ഞാനത്തേക്കാൾ വലിയ ജ്ഞാനം മറ്റൊന്നില്ല. സതാം പ്രസംഗാൽ മമ വീര്യസംവിദോ ഭവന്തി ഹൃൽക്കർണരസായനാഹ കഥാഹ. സജ്ജനങ്ങളുടെ സംസർഗത്താൽ എൻ്റെ കഥകളാകുന്ന ഹൃദയത്തിനും കർണത്തിനും ഉള്ള ദോഷങ്ങൾ ഇല്ലാതെയാക്കുന്ന രസായനമാണ് അമ്മേ എൻ്റെ കഥകൾ. ഈ കഥകൾ കേട്ടാൽ ശ്രദ്ധ രതി ഭക്തി അനുക്രമിഷ്യതി. ഈ ഒരു ദേശം മുഴുവൻ ശുദ്ധീകരിക്കപ്പെട്ടത് ഈ ഒറ്റ സൽക്കർമ്മത്തെ കൊണ്ടാണ്. ഈ സത്രം എന്ന സൽക്കർമ്മത്തെ, ഈ ദേശമല്ല, ഒരുപാട് പുറമേ നിന്നുള്ള ആൾക്കാരും വരുന്നു. പ്രത്യേകിച്ച് ഈ ദേശം, ഈ ഒരു സംസ്കാരം ഉണ്ടായത് ഈ സത്രത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ആദ്യത്തെ കൊല്ലം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ഏതാണ്ട് ചെറിയ കുട്ടികൾ ടൈറ്റാനിക് സിനിമ കാണുന്ന പോലെയാണ്. കാരണം എന്താണെന്നൊന്നും മനസ്സിലാവില്ല. ഇത് ക്രമത്തിലാണ് ഈ ശ്രദ്ധ ഉണ്ടാവുന്നത്. ഈ ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ഇഷ്ടം വരണതും. ഗുരുവായൂർ പോയി ഗുരുവായൂർ ദേവസ്വത്തിന് പുസ്തകമൊക്കെ വാങ്ങി വന്നത് നിങ്ങളെല്ലാവരും. അത് ഈ ഗ്രന്ഥത്തിനോടുള്ള ഇഷ്ടമാണ്. ഈ ഇഷ്ടത്തിൽ നിന്നാണ് ക്രമത്തിൽ ഭക്തിയിലേക്ക് അനുക്രമിക്കുന്നത്. അവിടേക്ക് എത്താൻ ലേശം പാടുണ്ട്. കാരണം ഗോപാലൻ നായർ പറഞ്ഞതുപോലെ വായനയേ ഉള്ളൂ, വിചാരമില്ല നമുക്കാർക്കും. ദശമസ്കന്ധം സമർപ്പിക്കുമ്പോൾ ശുഖബ്രഹ്മർഷിയും പറയണത് ഇത് തന്നെ, ശ്രവണ കീർത്തന ചിന്തയാ. ഭാഗവതം എവിടെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ. കേട്ടാ പോരാ, കീർത്തിച്ചാ പോരാ, ചിന്തിക്കണം. ചിന്തിക്കാതെ ഒന്നും സാധിക്കുകയില്ല. നിങ്ങളുടെ ചിന്ത വേറെ, കേൾവിയൊക്കെ ഉണ്ട്. എല്ലാ കൊല്ലവും പർളിക്കാട് വരും, റൂമെടുത്ത് താമസിക്കും. എല്ലാ ദിവസവും സത്രത്തിൽ വരുന്ന സകല ആചാര്യന്മാരുടെയും കഥ ഞാൻ കേൾക്കും, നോട്ട് ബുക്കിൽ എഴുതിയെടുക്കും. ചില ആൾക്കാർ പറഞ്ഞത് നല്ലത്, ചില ആൾക്കാർ പറഞ്ഞത് ചീത്ത എന്ന് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. പക്ഷേ എന്താ കാര്യം? ചിന്ത വരുന്നില്ല. ചിന്ത വരണത് മുഴുവൻ കഴിഞ്ഞ കൊല്ലത്തെ പോലെ സദ്യ നന്നാവണില്ല എന്നുള്ള ചിന്തയുള്ളൂ. ദഹനക്കാരൻ മാറിയോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ശ്രവണം, കീർത്തനം, ചിന്ത, വായനക്കാരൻ വായിച്ചാൽ അതിലേക്ക് എത്തിച്ചേരില്ല. ചിന്തിക്കണം. ഏത് വിഷയമായാലും മലയാളികൾ ഏറ്റവും അധികം പ്രേമിക്കുന്ന അനവധി ഇസങ്ങൾ നമുക്ക് ചുറ്റുമില്ലേ, എക്സോട്ടിക് തോട്ട്സ്. അവരൊക്കെ എങ്ങനെയാ? അവരൊക്കെ വലിയ ചിന്തകന്മാരായിട്ട്, ബുദ്ധിജീവികളായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അവരെങ്ങനെയാ ചിന്തകൻ ആവണത്? ചിന്തിക്കുമ്പോഴാണ് ചിന്തകൻ ആവണത്. ചിന്തകനെ
ഭക്തി ഉണ്ടാവുള്ളൂ. ചിന്തിക്കാത്തവൻ. അപ്പം നമ്മൾ കാണിക്കുന്ന, ഭഗവാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കേവലം പെർഫോമൻസ് ലെവലിൽ നിൽക്കുന്ന നമ്മളുടെ ഈ വികാരം, ഇത് ഭക്തി പോലെ എന്തോ ആണ്. പക്ഷെ ഭഗവാൻ പറയുന്നു സതാം പ്രസംഗാൽ, സൽസംഗാൽ എന്നല്ല, പ്രസംഗമാണ്. പ്രസംഗം എന്ന് വെച്ചാൽ അതൊരു ഡിസ്കോഴ്സാണ്. സംശയം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുക, സംശയം നിവൃത്തി വരുത്തുക, അതാണ് പ്രസംഗം. അപ്പം ഭഗവാനെ കുറിച്ചിട്ടുള്ള കഥകൾ കേട്ട് 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 ആ പ്രസംഗത്തിലൂടെ എന്ത് സംഭവിക്കും? ഹൃദയത്തിലും കർണത്തിലും നല്ലത് കേൾക്കില്ല എന്ന ആ കാതിൻ്റെ ദോഷം, നല്ലത് സ്വീകരിക്കുകയില്ല എന്ന ഹൃദയത്തിൻ്റെ ദോഷം, ഇത് രണ്ടും ഇല്ലാതെയാവും. അപ്പം ഈ വേഗം മോക്ഷമാർഗത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും. ശ്രദ്ധയുണ്ടാവും, രതിയുണ്ടാവും, ഭക്തി ഉണ്ടാവും. കപില മഹർഷി തന്നെ പറയണത്, ഭക്തി ഉണ്ടായാലാണ് ജാതവിരാഗ, വൈരാഗ്യം ഉണ്ടാവുക. വൈരാഗ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവില്ല. വിഗതമായ രാഗമാണ് വൈരാഗ്യം. ഈ ഭക്തി ഈശ്വരൻ മാത്രം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾക്ക് ഭക്തി കിട്ടാൻ തന്നെ ചാൻസ് ഉള്ളൂ. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നാട്ടുകാർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, എനിക്ക് ഏറ്റവും വേണ്ടാത്തവർ എന്ന് വിവേചിക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഭക്തിയുടെ ഒരു ഭാവം മാത്രമേ ഉള്ളൂ. അതിനെ ഭക്തി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം താമസഭക്തിയെക്കുറിച്ചും ഭഗവാനോട് പറയുന്നുണ്ട്. താമസഭക്തിയാണ് നേരത്തെ പറഞ്ഞത്, കേവലം അഹങ്കാരത്തോടെ ഭജിക്കുന്ന ആളുകൾ. ഞാൻ വരച്ചാൽ വരച്ച വരയിൽ നിൽക്കുന്നവനാണ് എൻ്റെ ഭഗവാൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഒരുപക്ഷെ പറയുന്ന ആളുകൾ. അപ്പോൾ ഭക്തി ഭാരതീയ തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം വാസ്തവത്തിൽ ഈ തത്വാവബോധനമാണെങ്കിലും, തത്വാവബോധനത്തിലൂടെ ഭക്തിയുണ്ടായി, ഭക്തിയിലൂടെ തത്വത്തെ സാക്ഷാത്കരിക്കലാണ് ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് 17 പുരാണം എഴുതിയപ്പോൾ വ്യാസഭഗവാന് അതിൽ അത്രയങ്ങട് താല്പര്യം വരാതെ നാരദൻ വന്ന് പറഞ്ഞു, അതെ കൃഷ്ണകഥകൾ എഴുതുവേ, ഇത്ര വലിയ സയൻസൊക്കെ ഞാൻ എഴുതിയിട്ട് വെറുതെ കഥ എഴുതിയാൽ ആൾക്കാർ വായിക്കുമോ? എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സാധാരണ ഒരു കഥാനായകനല്ല എന്ന ഉദ്ബോധനത്തിൽ നിന്നാണ് ഭാഗവതം തന്നെ ഉണ്ടായത്. ആ ഭാഗവതത്തിൽ പറയുന്നത് മുഴുവൻ ഭക്തിയാണ്. ഭക്തിയ ഭാഗവതം ജ്ഞേയം. ഈ ഭക്തിക്കുള്ള മാർഗങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. അത് ഓരോരുത്തരുടെ ഇൻ്റലക്ച്വൽ ക്ലാസ് അനുസരിച്ച് സ്വീകരിക്കാം. ചിലർക്ക് നേരത്തെ പറഞ്ഞ പോലെ തത്വജ്ഞാനം ആവാം, വിരോധമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തത്വാഗ്രഹി മാത്രം എന്ന തലത്തിൽ നിൽക്കാതെ തത്വഗ്രാഹി എന്ന തലത്തിലേക്ക് ഉയരാൻ ഈ മാർഗത്തെ ആഗ്രഹിക്കുന്നവൻ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഭഗവാൻ അവസാനം ഉപദേശം സമർപ്പിക്കുമ്പോൾ തന്നെ പറയുന്ന വാക്ക്, ഒരാളായിട്ടും ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരാളായിട്ട് മാറും ഈ ജ്ഞാനി അല്ലെങ്കിൽ ഭക്തൻ. ഈ ജ്ഞാനിയെയും ഭക്തനെയും രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഇരിക്കുന്ന വളരെ സ്കോളേഴ്സ് ആയിട്ടുള്ള ഓഡിയൻസിന് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അയാൾ മഹാജ്ഞാനിയാണ്, അയാളൊരു ഭക്തനാട്ടോ. ഇത് രണ്ടായിട്ട് കാണേണ്ട ആവശ്യമില്ല. ജ്ഞാനമില്ലാതെ ഭക്തി ഉണ്ടാവാൻ പോണില്ല, ഭക്തിയില്ലാതെ ജ്ഞാനം ശോഭിക്കാനും പോണില്ല. ഭക്തിയ വിരക്തിയ ജ്ഞാനേന വിവിച്യ ആത്മനി ചിന്തയേൽ നൈകാത്മതാമേ സ്പൃഹയന്തി കേചിൽ മൽപാദസേവാഭിരതാമദീഹ യേന്യോന്യതോ ഭാഗവതാ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. പ്രസജ്യ, അവിടെയും ഈ പ്രസംഗത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. പരസ്പരാനുകഥനം പാവനം ഭഗവദ്യശ മിഥോരതിർ മിഥസ്തുഷ്ടിർ നിവൃത്തിർ മിഥ ആത്മന. നിങ്ങൾ എത്ര പേര് സ്വയം ചിന്തിക്കണം. നിങ്ങൾ എത്ര പേര് വീട്ടിൽ പോയാൽ സത്രം കഴിഞ്ഞ് ഓരോ ദിവസം വീട്ടിലേക്കോ റൂമിലേക്കോ ചെല്ലുമ്പോൾ നിങ്ങൾ നോക്കുന്നത് വാട്സ് അപ്പ് എന്നാണ്. അതിലൊരു എ ആക്കിയെന്ന് മാത്രം, വാട്സ് ആപ്പ് എന്നാക്കിയെന്നേ ഉള്ളൂ.
എത്ര മെസ്സേജ് വന്നിട്ടുണ്ട്, ആരൊക്കെ എന്തൊക്കെ ഇട്ടുണ്ട്, എത്ര മിസ്ഡ് കോൾ ഉണ്ടെന്നാണ് നിങ്ങൾ നോക്കണത്. ഇവിടെ നമുക്ക് ചിന്തയില്ലാതെ ഈ ഹാളിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ കാത്തിരിക്കുകയാണ്. ഏത് തത്വചിന്തകളൊക്കെ മറന്ന് പരമമായ തത്വം ഞാനും എൻ്റെ കുട്ടിയോളും സ്വാഹ. പരമമായ തത്വചിന്ത എല്ലാം കുട്ടിയോളായി ഇതെന്ന മമ. എനിക്ക് എല്ലാം കുട്ടികൾക്കുള്ളതാണ്, ഒന്നും എനിക്ക് വേണ്ട. അപ്പം നമ്മൾ ആ തത്വചിന്തനം കൊണ്ട് എന്ത് പ്രൊമോഷനാണ് നമുക്ക് സംഭവിക്കാൻ പോണത്? അവിടെയാണ് ഭഗവാന്റെ വിമർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. എന്നുവെച്ചാൽ ഏന്യോന്യതോ ഭാഗവതാഹ പ്രസജ്യ, പ്രസംഗത്തിലൂടെ പരസ്പരം അന്യോന്യത ഭാഗവതാഹ പ്രസജ്യ സഭാജയന്തേ മമ പൗരുഷാണി. കാണുന്നതെല്ലാം പ്രസന്ന വക്ത്ര അരുണലോചനാനി വീര്യാണി ദിവ്യാനി വരപ്രദാനി സാകം വാചം സ്പൃഹണീയാം വദന്തി. അവർക്ക് സംസാരിക്കാൻ പൗരാവകാശ ബില്ലുണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിലെ അവസ്ഥയുണ്ടാവില്ല, ഉള്ളിക്ക് വില കൂടിയതുണ്ടാവില്ല. അവർക്ക് സംസാരിക്കാനുള്ള വിഷയം ഭഗവാൻ മാത്രം. എന്താ കാരണം? പശ്യന്തി തേ മേ രുചിരാണ്യംബ സന്തഃ പ്രസന്ന വക്രാരുണലോചനാനി. കാണുന്നതെല്ലാം സത്തുക്കൾ അമ്മേ, കാണുന്നതെല്ലാം എൻ്റെ മനോഹരമായ മുഖങ്ങളായിട്ടും എൻ്റെ മനോഹരങ്ങളായ കണ്ണുകളായിട്ടും കാണുന്ന അവർക്ക് വേറെ ഏത് വിഷയം സംസാരിക്കാൻ സാധിക്കും? അപ്പം ഈ പ്രകൃതി, ഈ പുരുഷൻ, അങ്ങനെയുള്ളവർക്ക് പേടി ഉണ്ടാവില്ല എന്നാണ് ശ്വേതാശ്വതരോപനിഷത്തിൽ പറയുന്ന വാക്കിനെ കപില മഹർഷി ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. യത് ഭയാദ്വാദി വാതോയം സൂര്യസ്തപതി യത് ഭയാൽ, യത് ഭയാദ് വരുഷതേ ദേവോ ഭഗണോ ഭാതി യത് ഭയാൽ. യത് ഭയാൽ, ആരുടെ ഭയത്തിലാണോ ഇവിടെ സൂര്യൻ പോലും പ്രകാശിക്കുന്നത്, ആരെ ഭയന്നാണോ ഇവിടെ കാർമേഘം പോലും വർഷിക്കുന്നത്, അമ്മേ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവന് പ്രളയം വിഷയമില്ല, വെയിൽ വിഷയമില്ല, കൊടുങ്കാറ്റ് വിഷയമല്ല. കാരണം തേമേ രുചിരാണ്യംബ സന്ത പ്രസന്ന വക്രാരുണലോചനാനി. അവർക്ക് കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ ഞാനായിരിക്കും. അപ്പോഴാണ് പുരുഷപ്രകൃതി വിവേചനത്തിലൂടെയുള്ള, ഇതിനാണ് വാസ്തവത്തിൽ കപില മഹർഷിയുടെ അവതാരം. ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. കാരണം ലോകത്തിൽ ഇന്നേ വരെ ഫസ്റ്റ് ഫോർ എവർ എന്ന് വേണമെങ്കിൽ പറയാം, ലോകത്തിൽ ഇതുപോലൊരു ആദ്യം ഈ ഭൂമിയുടെ പ്രപഞ്ചത്തിന് നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ച ഒരു ശാസ്ത്രജ്ഞൻ ലോകത്തിൽ വേറെയില്ല. നമുക്കറിയാം, പല പല ശാസ്ത്രജ്ഞന്മാർ പല രീതിയിൽ നമ്മളെ പല പല വിഷയങ്ങൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ടുണ്ട്. ഐൻസ്റ്റീൻ, ഊർജം, ന്യൂട്ടൺ, ഗ്രാവിറ്റി, സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹം പലതും. ഇങ്ങനെ പല പല വിഷയങ്ങളിൽ പല പല ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ എല്ലാ വിഷയത്തെയും സംസാരിക്കുന്ന ഒരേ ഒരു പ്രതിഭാസം, അത് കപില മഹർഷിയാണ്. എന്നുവെച്ചാൽ ഐസക് ന്യൂട്ടൺ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കോഴിമുട്ട കൊണ്ടുവന്നു. എന്നിട്ട് ഇങ്ങനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഹു ക്യാൻ പുട്ട് ഇറ്റ് സ്ട്രൈറ്റ് എന്ന് ചോദിച്ചു. ആർക്കാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു. കോഴിമുട്ട ആർക്കെങ്കിലും നേരെ വയ്ക്കാൻ പറ്റുമോ? കുറേ നോക്കി, കുട്ടികളൊക്കെ പലരും പരാജയപ്പെട്ടു. അവസാനം ചോദിച്ചു, ഇനി ആരുമില്ലേ? ഇല്ല എന്ന് പറഞ്ഞു. ഐസക് ന്യൂട്ടൺ അതിൻ്റെ അടിഭാഗം ഇങ്ങോട്ട് വെട്ടി എന്നിട്ട് അങ്ങോട്ട് വെച്ചു. അപ്പം നേരെയില്ലേ? അപ്പോൾ കുട്ടികൾ പറഞ്ഞത്രേ, സാറേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആവായിരുന്നു എന്നാണ്. ഏത് വിഷയമായാലും ആദ്യം പറയുന്ന ആൾക്കാണ് പ്രസക്തി. ആ ആളെ മാത്രമേ ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും അദ്ദേഹത്തിനെ അധികരിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ശാസ്ത്രജ്ഞൻ ആവണമെങ്കിൽ ആദ്യം പറയുന്ന ആളായിരിക്കണം. ആദ്യം ആ ശാസ്ത്രത്തെ പറഞ്ഞ ആളാണ് കപില മഹർഷി. അപ്പം നമ്മൾ ഭാരതീയരായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെ ചോദിച്ചു, അല്ല ഇതിനൊക്കെ ഒരു ഡോക്യുമെൻറ്റേഷൻ വേണ്ടേ, ഇതിനൊരു മെത്തേഡ് വേണ്ടേ, ഇല്ലെങ്കിൽ ഈ ശാസ്ത്രം ലോകത്തിൽ അംഗീകരിക്കപ്പെടുമോ എന്ന്. ഞാൻ ഈ ഇരിക്കുന്ന സജ്ജനങ്ങളോട്, അമ്മമാരോടും അച്ഛന്മാരോടും ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ. നിങ്ങൾ എത്ര പേര് സൂര്യനിലേക്ക് പോയിട്ടുണ്ട്? എത്ര പേര് ചന്ദ്രനിലേക്ക് പോയിട്ടുണ്ട്? എത്ര പേര് ചൊവ്വയിലേക്ക് പോയിട്ടുണ്ട്? അപ്പോൾ ഈ ചന്ദ്രനിലേക്ക്, സൂര്യനിലേക്ക്, ചൊവ്വയിലേക്കുള്ള ദൂരം ഇത്രയാണെന്ന് പറയുമ്പോൾ
ഈ പറളിക്കാട് നൈമിശാരണ്യത്തിൽ ഇരുന്ന് നിങ്ങൾ കൈയടിക്കണില്ലേ? വിശ്വസിക്കണില്ലേ? സോ അവിടെ എവിടെയാ ഡോക്യുമെൻറ്റേഷൻ? അവിടെ എവിടെയാ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാവുന്ന മെത്തേഡ്? അവിടെ എവിടെയാ? നമ്മളെപ്പോഴും ചിന്തിക്കണം. ഇത് മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ ഒരു ഇൻ്റലക്ച്വൽ പോയ്സൺ ആണ്, ബൗദ്ധികമായിട്ടുള്ള വിഷം ആണ്. എന്ത്? മെത്തേഡ് വേണം, ഡോക്യുമെൻറ്റേഷൻ വേണം എന്ന ചിന്താഗതി. ഇവിടെ കപില മഹർഷി പറയുന്നതിനെ തിരസ്കരിച്ചുകൊണ്ട്, ക്രോസ് ചെയ്തുകൊണ്ട് ഒരാൾക്കും ഇന്നേ വരെ സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 2019 ഡിസംബർ 21 വരെ ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെന്താ മെത്തേഡ്? അതാണ് ആദ്യം പറഞ്ഞത്. ഭക്തി എന്ന മാധ്യമത്തിലൂടെ നമ്മൾ ലോക സൃഷ്ടിയെ കാണുക എന്നതാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ മാജിക്. നിങ്ങൾ ഇരിക്കുന്ന ഭൂരിഭാഗം ദേവഹൂതിമാരും കർദമന്മാരും സമാധിയിലെത്തിയിട്ടുണ്ട്. അതെല്ലാവരും കൂടിയിട്ടായിരുന്നു. ചിലരെങ്കിലും എന്നെ ഒന്ന് നോക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇവിടെയാണ് സാഖ്യയോഗത്തിൻ്റെ പ്രസക്തി. സാഖ്യയോഗം എന്നുള്ളത് ആദ്യത്തെ ശാസ്ത്രമാണ്. ലോകത്തിൽ ആദ്യത്തെ ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ സാഖ്യയോഗ. പ്രപഞ്ചത്തെ ഭൗതികമായി ചിലർ പറയുന്നു കപില മഹർഷി ഈശ്വരന് പ്രാധാന്യം കൊടുത്തിട്ടില്ല, ജീവനാ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പക്ഷെ അല്ല. ഇവിടെ അദ്ദേഹം പറയുന്ന 24 തത്വങ്ങൾ പ്ലസ് ജീവൻ പ്ലസ് ഈശ്വരൻ എന്നാണ്. ഈ ജീവനെയും അന്തഃ പുരുഷരൂപേണ കാലരൂപേണ യോ ബഹി സമന്വയത്യേഷ സത്വാനാം ഭഗവാൻ ആത്മമായയാ എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്. ആരാണോ ഉള്ളിൽ ജീവരൂപത്തിൽ ഇരിക്കുന്നത്, അതേ ഭഗവാൻ ആത്മമായ കൊണ്ട് പുറത്ത് കാലമായി വർത്തിക്കുന്നു. ഹിരണ്യകശിപു ആരാടാ നിന്റെ ഈശ്വരൻ എന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, എന്ത് വേണ അച്ഛാ വിളിച്ചോളൂ. സ ഈശ്വര കാല ഉരുക്രമ ഓജഹ സഹ സത്വബലേന്ദ്രിയാത്മാ. എന്ത് വിളിച്ചാലും വിരോധമില്ല. പക്ഷേ സ ഏവ വിശ്വം പരമ സ്വശക്തിഭി സൃജത്യവത്യത്തി. ഇത് തന്നെയാണ് സാഖ്യം. ആ പരമനായിട്ടുള്ള ശക്തി, പരമനായിട്ടുള്ള ബലൻ ആയിട്ടുള്ള ആള് തൻ്റെ ശക്തികളാൽ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും ലയിപ്പിക്കുകയും ചെയ്യുന്നു എങ്കിൽ പേരിൽ എന്തായിരിക്കണത്? ഇവിടെ സാഖ്യയോഗാചാര്യൻ അത് തന്നെയാണ് പറയണത്. ഈശ്വരനില്ല എന്നല്ല പറഞ്ഞത്, ജീവനെ പ്രാധാന്യമുള്ളൂ എന്നല്ല പറഞ്ഞത്. ഭഗവാൻ ആത്മമായ അന്തഃ പുരുഷരൂപേണ എന്ന് പറയുന്നുണ്ട്. ആത്മമായ കൊണ്ട് ആരാണോ ഉള്ളിൽ പുരുഷരൂപത്തിൽ, പുരുഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പുരുഷനല്ല, ജീവൻ നേർച്ചുള്ളൂ. ആരാണോ ഉള്ളിൽ പുരുഷരൂപത്തിലും കാലരൂപേണ യോ ബഹി സമന്വയത്യേഷ, ഇതിനൊക്കെ ആത്മമായകൊണ്ട് യോജിപ്പിച്ച് പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളും രണ്ടല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം അമ്മേ. അവിടെയാണ് പ്രകൃതി പുരുഷ വിവേചനം എന്ന ഗംഭീരമായിട്ടുള്ള സാഖ്യം. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയണതായിരിക്കും. അറിയാത്തത് പറയാനായാൽ ആചാര്യന്മാർക്ക് പിന്നൊന്നും പറയേണ്ടി വരില്ല. ആചാര്യന്മാർ ഓരോരുത്തർ ശ്രമിക്കണത് ഏത് രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ്. അവതരണത്തിൻ്റെ ഡിഫറൻസ് ഓഫ് പ്രസൻറ്റേഷൻ ആണല്ലോ. അപ്പോൾ ആ അവതരണത്തിൻ്റെ വ്യത്യാസത്തിലൂടെ ശ്രമിക്കാമെന്ന് മാത്രം. ഇവിടെ ആദ്യം പറയണത് ദൈവാൽ ക്ഷുഭിതധർമ്മിണ്യാം സ്വസ്യാം യോനൗ പരപ്പുമാൻ എന്നാണ്. പുരുഷന് മോഹമുണ്ടായി, തൻ്റെ തന്നെ ഗർഭത്തിൽ പുരുഷൻ ഗർഭം ധരിച്ചു. മഹത്തത്വം ഹിരൺമയം. ഹിരൺമയത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആദ്യത്തെ തത്വമാണ് മഹത്തത്വം. അത് വാസ്തവത്തിൽ പ്രകൃതി എന്ന മായയിൽ പുരുഷൻ, അല്ലെങ്കിൽ പുരുഷൻ പ്രകൃതി എന്ന മായയിൽ ഉൽപ്പാദിപ്പിച്ച ഗർഭമായിട്ടാണ് മഹത്തത്വത്തെ ഇവിടെ സൂചിപ്പിക്കുന്നത്. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുര. ഈ മഹത്തത്വത്തിന് കൂടസ്ഥം എന്ന് പേരുണ്ട്. കൂടസ്ഥം എന്ന് വെച്ചാൽ എല്ലാ ജീവജാലങ്ങളും ഒരൊറ്റ പോയിന്റിൽ നിന്നാണ്
ഉണ്ടായത് എന്ന തത്വം. അതാണ് മഹത്തത്വം. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനം അണുവാണ്. പരമാണു, പരമാത്മാവ് എന്ന് വിളിക്കുക. ഈ പരമാണുവിൽ നിന്ന്, ഈ പരമാത്മാവിൽ നിന്നാണ് ഈ സകല ജഗത്തും കോടിക്കണക്കിന് വരുന്ന സ്പീഷീസ്, ജീവജാലങ്ങൾ അത്രയും ഉണ്ടായത്. ഈ ഒരൊറ്റ ചെറിയ അങ്കുരത്തിൽ നിന്നാണ്, വിത്തിൽ നിന്നാണ്, സീഡിൽ നിന്നാണ്. ഒരു വൃക്ഷത്തിൻ്റെ വിത്തിൽ ആലോചിച്ച് നോക്കൂ. ആ വൃക്ഷത്തിൻ്റെ സകല ക്വാളിറ്റികളും ആ വൃക്ഷത്തിൻ്റെ ചെറിയ വിത്തിലുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ചെറിയ വിത്തിൽ നിന്നാണ് പടർന്ന് പന്തലിച്ച് വടവൃക്ഷമാവണതും വലിയ വലിയ കൊമ്പുകൾ ഉണ്ടാവണതും കായകനികളും ഉണ്ടാവണതും. പക്ഷെ അതിൻ്റെ കോർ, അതിൻ്റെ അടിസ്ഥാനം ഈ ഒറ്റ ചെറിയ വിത്താണ്. എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പുരുഷൻ സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ആദ്യമായി പ്രകൃതിയിൽ നിന്നുണ്ടായ തത്വരൂപമാണ് പ്രപഞ്ചത്തിനാധാരമായ മഹത്തത്വം. അത് ആ മഹത്തത്വത്തിൽ നിന്നാണ് പിന്നീടുള്ള വൈകാരികം, രാജസം, തൈജസം തുടങ്ങിയ അഹങ്കാരങ്ങൾ. വൈകാരികാൻ മനോജജ്ഞേ, വൈകാരികത്തിൽ നിന്നാണ് മനസ്സ് ഉണ്ടായത്. സാത്വികം, രാജസം, താമസം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ വേറൊരു ഭാഷയാണ് വൈകാരികം, രാജസം, തൈജസം. വൈകാരികത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. അതുകൊണ്ടാണ് മനസ്സ് വൈകാരികമായത്. മനസ്സിൻ്റെ പ്രത്യേകത അത് വികാരം നിറഞ്ഞതാ. സോ വൈകാരികത്തിൽ നിന്ന് മനസ്സും, രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും, താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി എന്നാണ്. ഇതൊക്കെ ദൈവാൽ എന്ന് കപില മഹർഷി സാഖ്യയോഗത്തിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ദൈവം എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മവാസന, കർമ്മസ്വഭാവം എന്ന് മാത്രമാണ്. അപ്പോൾ ഒരു ക്ഷോഭം ഉണ്ടാവുകയാണ്. നമുക്ക് എപ്പോഴാണ് ക്ഷോഭം ഉണ്ടാവുന്നത്? ഞാൻ ഈ ഉറക്കുറക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം സമാധിയിലിരിക്കുന്ന ആൾക്കാർക്ക് ക്ഷോഭം വരുന്നുണ്ട്. എന്താ? ഈ ഉറക്കം തടസ്സപ്പെടുത്താൻ വേണ്ടി ഒരു ശബ്ദം എന്ന്. അപ്പോൾ ഈ ക്ഷോഭം നമ്മളുടെ ആഗ്രഹത്തിന് വിഘാതം വരുമ്പോഴാണ് ക്ഷോഭമുണ്ടാവുന്നത്. പുരുഷന്, പ്രകൃതിക്ക് ക്ഷോഭമുണ്ടായപ്പോഴാണ് വികാരങ്ങളുണ്ടായത്, മഹത്തത്വമുണ്ടായതും മഹത്തത്വത്തിൽ നിന്ന് 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ ഉണ്ടായതും. വൈകാരികാഹങ്കാരമാണ് മനസ്സ്. ഇവിടെ പറയുന്നുണ്ട് സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം എന്ന ചിത്തത്തിൻ്റെ പ്രത്യേകത. സ്വച്ഛത്വം എന്ന് വെച്ചാൽ വൈകാരികം, അവികാരിത്വം രാജസം, മൂഢത്വം താമസം. സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം. ഒരു പക്ഷേ ഇവിടെ എപ്പോഴാണ് പ്രഭാഷണം തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. കാലത്ത് നിങ്ങളൊക്കെ വരുമ്പോൾ വളരെ സ്വച്ഛമായിട്ടുള്ള ആൾക്കാരാണ്. ഫ്രഷ് ആണ് നമ്മളെല്ലാവരും. അവിടെ എന്താ? അവിടെ വൈകാരികമാണ്. ചിത്തം വളരെ സ്വച്ഛമായി ഇരിക്കണ സമയമാണ് ആ സമയം. അവികാരിത്വം എത്തിച്ചേരും ഏകദേശം ഒരു 11 മണിയുടെ പ്രഭാഷണം തുടങ്ങുമ്പോഴേക്കും. നമ്മൾ ഈ പാത്രം കമിഴ്ത്തി വെച്ച പോലെ വലിയ വികാരമൊന്നുമില്ലാത്ത അവസ്ഥയിൽ ഇരിക്കാൻ തുടങ്ങും. പോസ്റ്റ് ലഞ്ച് പീരീഡിലെ പ്രഭാഷണം തുടങ്ങിയാൽ ശാന്തഘോര വിമൂഢത്വം. ഇപ്പോഴത്തെ നമ്മളുടെ പൊസിഷനെയാണ് എന്ത് വിളിക്കുക? മൂഢത്വം എന്ന് വിളിക്കുക. കാരണം ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് തന്നെ നിശ്ചയമില്ലാത്ത താമസാവസ്ഥയിലേക്ക് മാറുന്നു. ഇതൊരു മനുഷ്യൻ്റെ കാണിച്ചു എന്ന് മാത്രം. ഇത് പ്രകൃതിയുടെ ആയിട്ടാണ് കപില മഹർഷി ഉപദേശിക്കണം. ഇതൊരു ശരീരത്തിൻ്റെ ആവുമ്പോൾ ഈ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, വിരാട് പുരുഷൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയണം. ഈ പഞ്ചഭൂതങ്ങളിലുള്ള സ്പെഷ്യാലിറ്റീസ് ആദ്യം ഉണ്ടായത്, ആ പഞ്ചഭൂതങ്ങളിൽ ആദ്യം ഉണ്ടായത് ഈ താമസാഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായത്. അതുകൊണ്ടാണ് ശബ്ദത്തിന് വന്യയ്ക്ക് തുല്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
സാഖ്യകാരകന്മാർ. വന്നി എന്ന് വെച്ചാൽ അഗ്നി. അതാണ് വാക്കിൻ്റെ ശക്തി. നമ്മളൊരു വാക്ക് പറയുമ്പോൾ നിന്റെ ആ വാക്ക് എന്നെ പൊള്ളിച്ചൂട്ടാ എന്നല്ലേ പറയാറുള്ളത്. ആ വാക്കാണ് പൊള്ളിക്കണത്. വാക്ക് പൊള്ളിക്കണമെങ്കിൽ പൊള്ളിക്കൽ അഗ്നിയുടെ സ്വഭാവ. അപ്പം താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ശബ്ദം താമസമാണ്. അതുകൊണ്ടാണ് നിശബ്ദം ഇരിക്കണം നമ്മൾ ഇത്തരമുള്ള വേദികളിൽ എന്നുള്ള ഭാവന ഉണ്ടായത്. ആ താമസത്തെ ജയിച്ചാലേ നിശബ്ദത ഉണ്ടാവുള്ളൂ. ആ ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി. കാലഗത്യ എന്നിവിടെ പറയുന്നുണ്ട് അദ്ദേഹം. ആകാശത്തിൽ നിന്ന് കാത് ഉണ്ടായി. ഇത് റിവേഴ്സായിട്ടാണ് പറയണത്. അപ്പം ശബ്ദം തന്നെയാണ് ആദ്യമുണ്ടായതെന്ന് സയൻസും പറഞ്ഞില്ലേ. മാറ്ററാണ് ആദ്യം എന്ന് പറഞ്ഞിരുന്ന സയൻസ് ഇപ്പം സമ്മതിച്ചില്ലേ, ശബ്ദമാണ് ആദ്യം. മനുഷ്യന്മാരല്ല, ജീവജാലങ്ങളൊക്കെ വരുമ്പോഴും ആദ്യം അതെ അവസാനം അതെ ശബ്ദ. ആദ്യത്തെ ശബ്ദം ലേ ലേ എന്ന കരച്ചിൽ, അവസാനത്തെ ശബ്ദം എന്നൊരു ശബ്ദം. കഴിഞ്ഞു. ശാന്തഘോര വിമൂഢത്വം. ശബ്ദമാണ് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായത്. താമസാഹങ്കാരത്തിൽ നിന്ന്, മഹത്തത്വത്തിൻ്റെ താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിന് പ്രസരിക്കാൻ തക്കവണ്ണം കാലഗത്യ ആകാശം ഉണ്ടായി. ആ ശബ്ദത്തെ ഉൾക്കൊള്ളാൻ തക്കവണ്ണം ശ്രോത്രം ഉണ്ടായി, കർണപുടങ്ങൾ, കാത് ഉണ്ടായി. ഇതാണ് ഇതിൻ്റെ ക്രമം പറയണത്. റിവേഴ്സായിട്ടാണ് പറയണത്. നമ്മൾ വിചാരിക്കും കാതുണ്ടായിട്ട് ആകാശത്തിലെ ശബ്ദം കേൾക്കുകയല്ലേ ചെയ്യണത് എന്ന്. പക്ഷേ പ്രപഞ്ച സൃഷ്ടിയിൽ ആദ്യം കാതല്ല ഉണ്ടായത്. പ്രപഞ്ച സൃഷ്ടിയുടെ കാതലായത് ശബ്ദമാണ്. നാസ ഒരു 2 കൊല്ലം മുമ്പേ പറഞ്ഞു, സൂര്യരശ്മികൾക്ക് ശബ്ദമുണ്ട്, ഓംകാരം എന്ന്. ഓം എന്നുള്ള ശബ്ദം ആണ് സൂര്യരശ്മികളുടെ ശബ്ദമെന്ന് നാസ എന്ന് വെച്ചാൽ മൂക്കല്ല, അമേരിക്കയിലെ നാസ അവർ പറയണതാണല്ലോ നമുക്ക് പ്രമാണം. കപില മഹർഷിയൊക്കെ പിന്നിലേ നിൽക്കുള്ളൂ. അപ്പം നാസ പോലും മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തി എന്ത്, ശബ്ദം തന്നെയാണ് ആദ്യം. ആ ശബ്ദത്തിന് ഓംകാരത്തിൻ്റെ ഛായയുമുണ്ട് എന്ന്. അപ്പം ഈ ശബ്ദത്തിന് എന്തൊക്കെയാ ഗുണം എന്നാണ്. അർത്ഥാശ്രയത്വം ശബ്ദസ്യ ദ്രഷ്ടുർലിംഗത്വം ഏവച. എത്ര സൂപ്പർബായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാളെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ശബ്ദത്തിൽ നിന്നാണ്. പെൺകുട്ടിയുടെ അച്ഛൻ ഫോൺ ചെയ്യുമ്പോൾ ബ്രോക്കർ പറയും അയാൾ ഇങ്ങനെയാണ്, 1.6 അടി ഉയരം, 1.5 അടി വീതി, നല്ല വെളുത്ത്, നല്ല ഉണ്ടക്കണ്ണുകൾ, നീണ്ട മൂക്ക് എന്നൊക്കെ പറയുമ്പോഴാണ്, ഒരു ഫീച്ചർ പറയുമ്പോഴാണ് ഇയാൾ വാസ്തവത്തിൽ എൻ്റെ മരുമകൻ തരക്കേടില്ല എന്ന് തോന്നുന്നത്. ദ്രഷ്ടുർലിംഗത്വം. ആൾക്കാർക്ക് ഈ ശരീരത്തെക്കുറിച്ച് ബോധ്യം വരണത് ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഫീച്ചർ പറയുമ്പോൾ ഒരാൾക്കാരുടെ രൂപം ആലോചിക്കാറുണ്ടല്ലോ നമ്മൾ. അങ്ങനെ ആലോചിക്കേണ്ടി വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഭാഗവത സപ്താഹത്തിനൊക്കെ ആചാര്യന്മാരുടെ ഫോട്ടോ വയ്ക്കും. ഇനി വരുന്ന ആളെ എങ്ങനത്തെ ആളാന്ന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വരാതിരിക്കേണ്ടെന്ന്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോട്ടെ, മറ്റേത് കേട്ടുപരിചയുള്ളൂ. ഫീച്ചറിലൂടെ നമുക്കൊരു സംഗതി ഒരാളുടെ രൂപമല്ല, ഒരാനയുടെ രൂപമായാലും ശരി, ഒരു സംഗതി നമുക്ക് മനസ്സിലാവണത് സാക്ഷാൽ രുക്മിണി ദേവിയുടെ സന്ദേശം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ശ്രുത്വാ ഗുണാൻ എന്നിട്ട് വിളിച്ചത് ഭുവനസുന്ദര എന്നാണ്. ഭുവനസുന്ദരനായ ഭഗവാനെ ഞാൻ അങ്ങയുടെ ഗുണങ്ങൾ ശ്രവിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ശ്രവണത്തിലൂടെയാണ് ഫീച്ചർ നമുക്ക് ക്ലിയർ ആവണത്. പിന്നെ അർത്ഥാശ്രയത്വം. ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്ന വാക്കുകൾ, ഈ വാക്കുകളുടെ അർത്ഥം വേറെയായിട്ട് വരുന്നില്ല. ഈ വാക്കിൻ്റെ ഒപ്പം തന്നെ അർത്ഥവും ഉണ്ടാകുന്നത് ശബ്ദത്തിൻ്റെ പ്രഭാവമാണ്. എന്താണോ താൻ ഇങ്ങനെ വിസ്പർ ചെയ്യണത് ചോദിക്കാറില്ലേ, അത് അർത്ഥമില്ലാത്ത ശബ്ദമാണ്.
അപ്പോൾ ഈ അർത്ഥാശ്രയത്വം കൊടുക്കുന്നത് ശബ്ദമാണ്. പിന്നെ ആകാശത്തിൻ്റെ പ്രത്യേകത എന്താ? ആകാശത്തിൻ്റെ പ്രത്യേകത സകല ജീവജാലങ്ങൾക്കും ഉള്ള എന്താ പറയുക വിസ്തൃതമായ ആ ഒരു ചാൻസ് ആകാശത്തിലാണ് ഉണ്ടായത്. ആകാശം എന്ന് വെച്ചാൽ നീലാകാശമല്ല, സ്പേസ്, സ്കൈ അല്ല, ശൂന്യാകാശം. സോ പിന്നെ കാതിൽ നിന്ന് സ്പർശം ഉണ്ടായി. കർണപുടത്തിൽ തട്ടുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. നിങ്ങൾ കേൾക്കുന്നവർ വിസ്തരിച്ച് കേൾക്കൂ. പലരുടെയും കർണപുടത്തിൽ ഈ ശബ്ദം തട്ടുന്നില്ല. കർണപുടത്തിൽ ശബ്ദം തട്ടുമ്പോഴാണ് ശബ്ദം കേൾക്കുന്നത്. സോ കർണത്തിൽ നിന്ന് സ്പർശമുണ്ടായി. ഈ സ്പർശത്തെ അനുഭവിപ്പിക്കുന്ന സ്വഭാവം വായുവാണ്. അതാ പറഞ്ഞത്, റിവേഴ്സായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഫാൻ ഓൺ ചെയ്താൽ വായു വഴി എനിക്ക് സ്പർശം ഫീൽ ചെയ്യല്ലേ ചെയ്യണത് എന്നാണ്. പക്ഷേ വായുവിനേക്കാൾ മുമ്പുണ്ടായത് സ്പർശമാണ്. ആ സ്പർശത്തെ ജീവജാലങ്ങൾക്ക് അനുഭവിക്കാനുള്ള മാധ്യമമായിട്ടാണ് വായു സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ ആ വായുവിൽ നിന്ന് സ്പർശഗ്രാഹിയായിട്ടുള്ള പ്രതിഭാസം ത്വക്ക്. ഇതിൽ തന്നെ സ്പർശം എത്ര തരത്തിലുണ്ട്? മൃദുത്വം, കഠിനത്വം, ശൈത്യം, ഉഷ്ണത്വം, ഏതൊക്കെ തരത്തിലാണ് സ്പർശം? രാവിലെ നിങ്ങൾ നോക്കി നോക്കൂ. വൃശ്ചികമാസം ധനുമാസം തുടങ്ങിയെങ്കിലും നല്ല തണുപ്പാണ് രാവിലെ. ഈ തണുപ്പ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവണത്? തണുപ്പായാലും ചൂടായാലും കഠിനമായതായാലും മാർദ്ദവമായതായാലും സ്പർശത്തിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ആ സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി. വായുവിൻ്റെ പ്രത്യേകതകൾ പറയാനില്ല. പ്രപഞ്ചത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ വായുവാണ്. ചാലനം, വ്യൂഹനം, പ്രാപ്തിർ, നേതൃത്വം, ദ്രവ്യശബ്ദയോ, സർവേന്ദ്രിയാണാം ആത്മത്വം, വായോഹ കർമാഭിലക്ഷണം. ചലിപ്പിക്കാനുള്ള ശക്തി, പ്രാപ്തി, രൂപങ്ങൾക്ക് രൂപം കിട്ടാനുള്ള ശക്തി, ദ്രവ്യങ്ങളെയും ശബ്ദങ്ങളെയും കാണാനുള്ള ശക്തി, ഇതെല്ലാം വാസ്തവത്തിൽ വായുവിൻ്റെ പ്രത്യേകതകളായിട്ട് പറയും. ഈ ത്വക്കിൽ നിന്ന് രൂപം ഉണ്ടായി. ത്വക്ക് മാത്രമായാൽ അനുഭവം ഉണ്ടാവില്ല. അനുഭവത്തിന് വേണ്ടി രൂപമുണ്ടായി. ആ രൂപത്തിൽ നിന്ന് ഇതാ പ്രകാശം ഉണ്ടായി. ഈ രൂപത്തെ കാണണമെങ്കിൽ പ്രകാശം വേണം. ഇപ്പോൾ ആ ബാക്കിലിരിക്കുന്ന ആൾക്കാരെയൊന്നും എനിക്ക് വളരെ കറക്റ്റായിട്ട് കാണാനില്ല. അതുകൊണ്ട് അവരൊക്കെ സുഖമായിട്ട് സമാധിയിൽ തന്നെ ഇരിക്കുകയാണ്. കാണുന്നവരും സമാധിയിലിരിക്കുന്നു. അപ്പോൾ ഈ പ്രകാശമുണ്ടെങ്കിലേ രൂപം കാണുകയുള്ളൂ. അപ്പോൾ രൂപത്തിൽ നിന്ന് രൂപമുണ്ടായാൽ കാര്യമില്ല. രൂപത്തെ അറിയണമെങ്കിൽ പ്രകാശം വേണം. പ്രകാശമുണ്ടായാൽ പോരാ, പ്രകാശത്തിന് കണ്ണ് വേണം. കണ്ണില്ലെങ്കിൽ രൂപത്തെ എങ്ങനെയാണ് കാണുക? ഇതിൻ്റെ ആ ക്രമം മുഴുവൻ വളരെ മനോഹരമായിട്ട് ഭഗവാൻ ആദ്യം ഒറ്റടിക്ക് പറഞ്ഞു. ഭൂരാപോഗ്നിർ മരും നഭ തന്മാത്രാണിച്ച താവന്തി ഗന്ധാദീനി മതാനിമേ ഇന്ദ്രിയാണി ദശശ്രോത്രം ത്വഗ്ദിര് രസന നാസികാഹ എന്ന് ഒറ്റടിക്ക് പറഞ്ഞുവെങ്കിലും അതിനെ പിന്നീട് വിസ്തരിക്കുകയാണ് സാഖ്യത്തിന്. ഈ നേത്രത്തിൽ നിന്ന് രസമുണ്ടായി. ജീവന് നിൽക്കണമെങ്കിൽ, രൂപം നിലനിൽക്കണമെങ്കിൽ ആഹാരം വേണം. ആഹാരത്തിനെ മനസ്സിലാക്കാൻ രസമുണ്ടാവണം. രസമുണ്ടായി. രസത്തെ മനസ്സിലാക്കാൻ സ്വാഭാവികമായി ജിഹ്വ, നാവ് അതുണ്ടായി. അതിൻ്റെ രസത്തിൻ്റെ വലിയ രൂപമായി ജലം ഉണ്ടായി. ഈ രൂപത്തിൽ തന്നെ പലതരത്തിലുള്ള രൂപങ്ങൾ. രൂപം എന്നുള്ളത് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാലോ. രൂപം തന്നെ പലതരത്തിലുള്ള രൂപങ്ങളാണ്. അത് രൂപത്തിൻ്റെ പ്രത്യേകത. ഇനി പ്രകാശം എന്നുള്ളതിൻ്റെ അർത്ഥം അഗ്നി എന്ന് വെച്ചാൽ മതി. അഗ്നിയുടെ ഡ്യൂട്ടി നമുക്ക് പറഞ്ഞാൽ മതിയാവുമോ? പറഞ്ഞാൽ അവസാനിക്കുമോ? ഈ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ തന്നെ കാരണം ഉള്ളിലുള്ള അഗ്നിയാണ്. എന്നുവെച്ചാൽ ഉള്ളിലുള്ള വിശപ്പ് തോന്നിപ്പിക്കുന്ന അഗ്നി, ദാഹം തോന്നിപ്പിക്കുന്ന അഗ്നി. ഇങ്ങനെ ആ അഗ്നിയുടെ പ്രത്യേകതകളൊക്കെ അവിടെ പറയും. രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ജിഹ്വ. അപ്പം ഈ
രസം തന്നെ പലത്. കഷായം, മധുരം, തിക്തം, കടു, അമ്ളം. ഭൗതികാനാം വികാരേണ രസ ഏകോ വിഭിദ്യതേ. ഓരോരുത്തരോ വികാരത്തിനനുസരിച്ച് രസം ഭേദപ്പെട്ടിരിക്കുന്നു. ചിലർക്ക് പുളിപ്പ്, ചിലർക്ക് ചവർപ്പ്, ചിലർക്ക് കയ്പ്പ്, ചിലർക്ക് മധുരം. ഇതാണ് പലർക്കും പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ജലത്തിൻ്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാനില്ല. ജലം കാരണജലമാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതമായിട്ടുള്ളത് ജലമാണ്. എന്നാൽ ഈ സൃഷ്ടിയിൽ നിന്ന് ഭിന്നമായി ജലം നിൽക്കുകയും ചെയ്യും. അങ്ങനെ ആ ജലത്തിൽ നിന്ന് ജിഹ്വയിൽ നിന്ന് ഗന്ധമുണ്ടായി. വസ്തുവിനെ രസിച്ച് ഘ്രാണത്താൽ മനസ്സിലാക്കി അനുഭവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി ഗന്ധം എന്ന ഗുണമുണ്ടായി. ഗന്ധത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി, ഭൂമിയിൽ നിന്ന് നാസ ഉണ്ടായി. ഇപ്പം 5 ഭൂതങ്ങളും 5 തന്മാത്രകളും അതിൻ്റെ ക്രമത്തിൽ, സൃഷ്ടിക്കപ്പെട്ട ക്രമത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. ഗന്ധം കരംഭ പൂതി സൗരഭ്യ ശാന്തോഗ്രാമ്ലാദിഭി പൃഥക്. കരംഭം എന്ന് വെച്ചാൽ സമ്മിശ്രമായിട്ടുള്ള ഗന്ധം, ദുർഗന്ധം, സുഗന്ധം. പൂതി എന്ന് വെച്ചാൽ ദുർഗന്ധം. അതുകൊണ്ടാണ് തൃശ്ശൂർക്കാരായിട്ടുള്ള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൂതിയില്ല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദുർഗന്ധമാണ്. ഈ ദുർഗന്ധത്തിനും സുഗന്ധത്തിനൊന്നും വായുവിന് ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഭൂമിക്ക് ഒരു കണക്ഷനും ഇല്ല. സൗരഭ്യം എന്ന് വെച്ചാൽ നല്ല സുഗന്ധം. ശാന്തം എന്ന് വെച്ചാൽ ഒരു മുറിയിലേക്ക് കിടക്കുമ്പോൾ ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അവിടെ നിങ്ങൾ അനുഭവിക്കുന്ന സുഗന്ധം ശാന്തമാണ്. ഉഗ്രസുഗന്ധം അടിച്ചു വന്നിരിക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. രാവിലെ ആയാൽ സ്പ്രേ അടിക്കുന്നവരുണ്ട്. എന്നും പറഞ്ഞ് ഫോഗാണ് ഇപ്പോൾ നിലവിൽ എന്നും പറഞ്ഞ് ഫോഗ് അടിക്കുന്ന ആളുകൾ. ഇത് ഉഗ്രം. ഇത്തരത്തിൽ ഗന്ധവും പലതരത്തിൽ. ആ ഗന്ധത്തെ ആശ്രയിക്കുന്ന ഭൂമിക്ക് വേറൊന്നും പറയാനില്ല. ആകാശത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കലാണ് ഭൂമിയുടെ ധർമ്മമായിട്ട് കപിലൻ പറയണത്. ആകാശത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കാൻ പറ്റുമോ? എങ്കിൽ കാണുന്ന ആൾക്കാർ ഒരു ഭൂമിയുടെ ഒരറ്റം നോക്കുമ്പോഴാണ് ഭൂമിയുടെ ആകാശം അവിടെ മുട്ടുന്നു എന്ന് തോന്നുന്നതും ആകാശത്തിൻ്റെ അതിർത്തി നിശ്ചയിക്കാനാവാത്തതാണെന്ന് മനസ്സിലാക്കുന്നത് ഭൂമിയാണ്. പിന്നെ ആവാസം. അങ്ങനെ പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ എന്നിവ ഇവിടെ പറയും. ഇത് ഓരോരോ നമ്മൾ ചോദിക്കും, അപ്പോൾ ഈ ജലത്തിന് ശബ്ദമില്ലേ? ഭൂമിക്ക് ശബ്ദമില്ലേ? ഭൂകമ്പം വരുമ്പോൾ ശബ്ദമുണ്ടില്ലേ? അപ്പോൾ എന്താ ഈ ശബ്ദം ആകാശത്തിൻ്റെ മാത്രമായിട്ട് ചിത്രീകരിക്കാൻ കാരണം എന്ന് ചോദ്യമുണ്ടെങ്കിൽ അവിടെ ഉത്തരവുണ്ട്. സുപ്രധാനമായ അസാധാരണമായ ഗുണങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആകാശത്തിൻ്റെ അസാധാരണമായ ഗുണമാണ് ശബ്ദം. ഭൂമിയുടെ അസാധാരണമായ ഗുണമാണ് ഗന്ധം. വായുവിൻ്റെ അസാധാരണമായ ഗുണമാണ് സ്പർശം. ഇങ്ങനെ എല്ലാം എടുത്തു നോക്കിയാൽ അസാധാരണ ഗുണങ്ങളെ അവയുടെ പേഴ്സണാലിറ്റിയായി പറഞ്ഞുവെങ്കിലും എല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശത്തിൽ മാത്രമുള്ള ശബ്ദം, ഈ ആകാശം കഴിഞ്ഞ് വന്ന ആ വായുവിന് ശബ്ദമുണ്ട്. കാരണം വായുവിന് ബാക്കി 4 ഗുണങ്ങളുണ്ട്. വായുവിൻ്റെ സുപ്രധാന ഗുണം മാത്രം കാണുന്നു. നിങ്ങളിപ്പോൾ ഇരിക്കണത് ശ്രോതാവായിട്ടാണ്. നിങ്ങൾ കേവലം ഭാഗവതം കേൾക്കാൻ വേണ്ടി ജനിച്ച ആൾക്കാരല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടമ്മമാരും വീട്ടച്ഛന്മാരുമാണ്. ബിസിനസ് ഓഫീസിൽ നിങ്ങൾ വളരെ ഒരു ഓഫീസറാണ്. അപ്പം നമുക്ക് തന്നെ പല ഗുണങ്ങൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ 98% ആളുകൾക്ക് എന്നേക്കാൾ പ്രായം കൂടിയവരാണ്, സീനിയേഴ്സാണ്. ഇവിടെ അങ്ങനെ നരച്ചു എന്നേ ഉള്ളൂ, അത്ര ആയിട്ടില്ല പ്രായം. പക്ഷേ നിങ്ങളെല്ലാവരും ഈ ജൂനിയറായ ഒരാളുടെ വാക്ക് കേൾക്കാൻ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു വിദ്യാർത്ഥിയുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് മക്കളെ ശാസിക്കുമ്പോൾ നിങ്ങളിൽ അച്ഛനോ അമ്മയോ ഉണ്ട്. നിങ്ങൾ ഭർത്താവിനോട് കലഹിക്കുമ്പോൾ നിങ്ങളിൽ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. സ്നേഹിക്കുമ്പോൾ എന്ന് ആക്കിക്കോളൂ കേട്ടോ, ഇനി കലഹിക്കുമ്പോൾ എന്ന് പറയുന്നില്ല. സോ ഈ ഗുണങ്ങൾ ഒരാൾക്കൊരു സുപ്രധാനമായ അസാധാരണമായ ഗുണമുണ്ടെങ്കിൽ
ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങളെല്ലാം അയാളിൽ ഉണ്ട് എന്നതുപോലെ ഓരോ ഭൂതങ്ങളിലും അസാധാരണമായ ഓരോ ഗുണങ്ങളും, ബട്ട് എല്ലാ ഗുണങ്ങളും എല്ലാ ഭൂതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അതിവിടെ വിസ്തരിച്ച് സൂചിപ്പിക്കും. അങ്ങനെയാണ് പിന്നീട് ആ ഭൂതങ്ങളിൽ നിന്ന് പ്രപഞ്ചമുണ്ടായ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കണം. അവിടെ നിന്നാണ് വിസ്തരിച്ച് പറയണത്. എന്നുവെച്ചാൽ അണ്ഡമായി കിടക്കുന്ന മഹത്തത്വം നിർവിഭേദ ഖം എന്നാണ്. ആ ദ്വാരങ്ങളുണ്ടാക്കി, അണ്ഡത്തിൽ നിന്ന് ദ്വാരങ്ങളുണ്ടാക്കി, ആ ദ്വാരങ്ങളെല്ലാം ഇന്ദ്രിയങ്ങളായി മാറി, അതാത് ഇന്ദ്രിയങ്ങളിൽ അതാത് ദേവതമാർ പ്രതിഷ്ഠിതങ്ങളായി എന്നൊക്കെ ഇവിടെ കപില മഹർഷി വിസ്തരിച്ച് പറയും. അപ്പോൾ ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും ചേതന ഓരോരോ ഈശ്വരന്മാരാണ്. സൂര്യൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് സൂര്യൻ വന്നു. വാസ്തവത്തിൽ 4 അന്ധക്കരണങ്ങളെക്കുറിച്ച് അവിടെ പറയും. ഇവിടെ കപില മഹർഷി പറയും അന്ധക്കരണം ഒന്നേ ഉള്ളൂ, പക്ഷേ 4 ഭാവങ്ങളെ കൊണ്ട് 4 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ ചിത്തം മാത്രമേ വാസ്തവത്തിൽ അന്ധക്കരണമുള്ളൂ. ബാക്കി ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. സങ്കല്പം, നിശ്ചയം, അഭിമാനം, ചിന്ത. 4 ക്വാളിറ്റികൾ. മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു, ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നു, അഹങ്കാരം കൊണ്ട് അഭിമാനമുണ്ടാകുന്നു, ചിത്തം കൊണ്ട് ചിന്തിക്കുന്നു. അപ്പം ഈ 4 ക്വാളിറ്റികൾ കാരണം ഒരേ അന്ധകരണം 4 വയ്ക്കുന്നു. അപ്പം 20 + 4 24. ജീവനും ഈശ്വരനും വേറെ എന്ന് എന്താ പറയുക കപില മഹർഷി ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ 26. പക്ഷെ അതെങ്ങനെയാണ് 25? അവിദ്യ മൂലം നമുക്ക് ജീവൻ സത്യമാണെന്ന് തോന്നിയാൽ ആ ജീവൻ അടക്കം 25. പക്ഷെ ഇതുതന്നെയാണ് വിദ്യ കൊണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് മനസ്സിലാക്കുന്നതും. അപ്പം അവിദ്യ കൊണ്ട് ജീവൻ എന്ന് മാത്രമെന്നും വിദ്യ കൊണ്ട് ഈശ്വരൻ എന്നും തോന്നുന്ന ആ 2 ഭാവം വാസ്തവത്തിൽ 2ആയിട്ട് ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തന്നെ. അതുകൊണ്ട് 25ാമത്തെ ഘടകം. ഇതാണ് സാഖ്യയോഗം. സാഖ്യം എന്നുള്ളതിൻ്റെ അർത്ഥം സമ്യക് ഖ്യായതേ ഇതി സാഖ്യം എന്നാണ്. ദ പ്രിസൈസ് എന്ന് വെച്ചാൽ എന്താണോ കറക്റ്റായത് അതാണ് സാഖ്യം. അതിവിടെ ഉപദേശിക്കും. ഇതിൽ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി, ജീവകലാരൂപത്തിൽ ഈശ്വരൻ ഈ പറയുന്ന വസ്തുക്കളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹൃദയത്തിൽ നിന്ന് മനസ്സുണ്ടായി, ഹൃദയത്തിൽ നിന്ന് ബുദ്ധിയുണ്ടായി, ഹൃദയത്തിൽ നിന്ന് അഹങ്കാരമുണ്ടായി, ഹൃദയത്തിൽ നിന്ന് ചിത്തമുണ്ടായി. ഈ ചിത്തമാണ് വാസ്തവത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഘടകം. ഞാൻ നേരത്തെ പറഞ്ഞു 6 മണി സമയത്ത് നിങ്ങളുടെ ചിത്തം വളരെ ഡോമിനേറ്റഡ് ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ ചിത്തം എവിടെയാണെന്ന് തപ്പി നോക്കിയാൽ പോലും കാണില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതിനാവണമെങ്കിൽ നാളെ കാലത്ത് കുളി കഴിയണം. അപ്പോഴേ ഇപ്പം ഉണ്ട് കേട്ടോ ആ സംഗതി എന്ന് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ആകെ രാജസത്തിലും താമസത്തിലും പെട്ടിരിക്കുന്ന ആൾക്കാരാ. അപ്പോൾ ഈ ചിത്തത്തെ ഡോമിനേറ്റ് ചെയ്താൽ ചിന്ത വളരും. ചിത്തത്തിൻ്റെ പ്രക്രിയയാണ് ചിന്ത. ചിന്ത വളർന്നാൽ അവിടെ ഈശ്വരൻ തന്നെ ജീവൻ, ജീവൻ തന്നെ ഈശ്വരൻ. നമ്മൾ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ കേരളീയർക്ക് പ്രത്യേകിച്ചും പരിചയമുണ്ട്. അവരോട് ചോദിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ഇല്ലാത്തതിനെ നീ ഇല്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഈശ്വരൻ ഉണ്ടെങ്കിലല്ലേ ഇല്ല എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമുള്ളൂ. നീ തന്നെയാണ് എൻ്റെ ഈശ്വരൻ, അങ്ങനെ ഡയലോഗ് പറയുന്ന ആൾക്കാർ. യെസ്, ഓഫ് കോഴ്സ്, നീ തന്നെയാണ് എൻ്റെ ഈശ്വരൻ, നീയാകുന്ന ജീവനാകുന്നു ഈശ്വരൻ. ഇത് കണ്ടെത്തണം. പക്ഷേ അത് കണ്ടെത്താനാണ് സാഖ്യയോഗം പോലെയുള്ള ശാസ്ത്രങ്ങൾ ഉദ്ധരിക്കപ്പെട്ടത്. അപ്പോൾ ഈ സാഖ്യയോഗത്തിലൂടെ സൂര്യചന്ദ്രന്മാർ നേത്രങ്ങളായും ദിക്കുകൾ ശ്രോത്രങ്ങളായും എല്ലാം, വരുണൻ രസനയിലും, ഇന്ദ്രൻ കൈകളിലും, വിഷ്ണു പാദങ്ങളിലും വന്നു എങ്കിലും അവരവരുടെ ശ്രമമനുസരിച്ച് ഈ വിരാട് പുരുഷന് ഒന്ന് ചേതന ഉണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. അവസാനം ക്ഷേത്രജ്ഞൻ ഈശ്വരത്വം മഹത്തത്വത്തിൻ്റെ ആരാണോ മഹത്തത്വത്തിൽ അണ്ഡമായി വസിച്ചിരുന്നത് ആ പരമേശ്വരൻ ഈ ചിത്തത്തിലൂടെ ഹൃദയത്തിലേക്ക് വന്നപ്പോഴാണ്
എല്ലാ ഓർഗൻസിനും ചേതന ഉണ്ടായത്. കണ്ണിന് കാണാറായതും കാതിന് കേൾക്കാറായതും നാവിന് രസമുണ്ടായതും ത്വക്കിന് സ്പർശമുണ്ടായതും ഹൃദയത്തിലൂടെ ഈ ക്ഷേത്രജ്ഞൻ, ആ മഹത്തത്വത്തിൽ നിവസിച്ചിരുന്ന പരമേശ്വരൻ, മഹാദേവൻ മഹാ ആലസ്യത്തോടു കൂടി ഇരിക്കുന്ന ആളായിരുന്നു അത്രേ. അപ്പോഴാണ് ഈ മായ വന്നപ്പോഴാണ് ആലസ്യം പോയത്. നമ്മൾ ഈ 10-28 വയസ്സായിട്ടും ഒരു ആൺകുട്ടിക്ക് വലിയ കാര്യപ്രാപ്തിയൊന്നുമില്ല. അവൻ ഇങ്ങനെ ഇരിക്കും, ഇരുത്തിയാൽ ഇരുത്തിയോർത്തിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് ചിന്തിക്കുക? ഒന്ന് കെട്ടിക്കാൻ തീരുമാനിക്കും. ഒന്ന് കെട്ടിച്ച് നോക്കുക. ഒരു കല്യാണം കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഈ ഉദാസീനനായ ഇൻഡിഫറൻ്റായ പരമേശ്വരന് കല്യാണം കഴിഞ്ഞപ്പോഴാണ് വ്യത്യാസം ഉണ്ടായത്. യോഗമായ എന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രകൃതിയുമായി അദ്ദേഹം രമിച്ചപ്പോഴാണ് മഹത്തത്വം ഉണ്ടായത്. ആദ്യ സന്താനമായിട്ടാണ് മഹത്തത്വത്തെ കപില മഹർഷി വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഇതാ യഥാ പ്രസുപ്തം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം എന്ന് ജ്ഞാനയോഗം അവിടെ ഉപദേശിക്കും. നമുക്ക് സമയക്കുറവ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഖ്യയോഗം കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. മൊത്തത്തിൽ കപിലോപദേശം ശരിക്കും പറഞ്ഞാൽ 25, 26, 27 അധ്യായങ്ങൾ. ഇതിൽ പ്രധാനമായിട്ടും 26, 27 101 ശ്ലോകങ്ങൾ നിങ്ങൾ പഠിച്ചാൽ തന്നെ കപില മഹർഷിയുടെ ശാസ്ത്രം നമുക്ക് മനസ്സിലാവും. ബാക്കിയെല്ലാം കോമണായിട്ട് പറയുന്ന വസ്തുതകളാണ്. സാഖ്യയോഗം ഇത്ര വിസ്തരിച്ച് ഭാഗവതത്തിൽ പലതിലും സാഖ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര വിസ്തരിച്ചല്ല പറഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ കിടന്നിരുന്ന ആ വിരാട് പുരുഷനെ ഉണർത്തിയത് അണ്ഡത്തിൽ എന്താ പറയുക പരമേശ്വരനായി വസിച്ചിരുന്ന ഉദാസീനനായ ആ പരമാത്മാവ് യോഗമായാൽ എനിക്ക് സൃഷ്ടിക്കണമെങ്കിൽ ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കണം എന്ന്, എലൈവ് ആവണം, ആക്റ്റീവ് ആവണം എന്ന് തീരുമാനിച്ചപ്പോഴാണ് പുറത്തേക്ക് വന്ന് ഇതാ ഹൃദയത്തിലൂടെ ക്ഷേത്രജ്ഞനായി ഈശ്വരൻ ജീവനായിട്ട് മാറി. അപ്പം ഈ ഈശ്വരനില്ല എന്ന് നിങ്ങൾ ഉറക്കെ പറയണമെങ്കിൽ, ആ ശക്തി കിട്ടണമെങ്കിലും നിങ്ങൾക്ക് ഈശ്വര സാന്നിധ്യം വേണം. ഈശ്വര സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾക്ക് ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് സാഖ്യയോഗത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കും. പിന്നീട് ജ്ഞാനയോഗം പറയും, യഥാ ജലസ്ഥ ആഭാസ സ്ഥലസ്ഥേന ആവദൃശ്യതേ. ബിംബപ്രതിബിംബ വിവേചനം, ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം. അവിടെ ഭഗവാൻ യമാദിഭിർ യോഗപഥൈരഭ്യസൻ ശ്രദ്ധയാന്വിത എന്ന് പറഞ്ഞ് ഈ ജ്ഞാനിയും ഭക്തിയിലേക്ക് എത്തണം തന്നെയാണ് ഭഗവാൻ പറയണത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അഷ്ടാംഗ യോഗത്തിലൂടെ വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ ജീവിക്കുന്നവന് ഭക്തി ഉണ്ടാവും. ആ ഭക്തിയിലൂടെ വേണം ഈ പ്രപഞ്ചം അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരം ഇത് കേവലം പ്രതിബിംബമാണെന്നും ബിംബമായ എനിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല. വെള്ളത്തിൽ തട്ടി സൂര്യൻ്റെ പ്രഭ ചുമരുമിലേക്ക് അടിക്കും, നമ്മുടെ നിഴൽ അവിടെ കാണും എന്ന് വെച്ചാൽ ആ നിഴലിന് വല്ല വ്യത്യാസം വന്നാൽ നമ്മളാരും ഭയക്കാറില്ല. കാരണം എനിക്ക് വ്യത്യാസം വന്നിട്ടില്ല. യഥാ ജലസ്ഥ ആഭാസ, ആഭാസം എന്ന് പറഞ്ഞാൽ നിഴൽ, സ്ഥലസ്ഥേനാവദൃശ്യതേ തഥാ ജലസ്ഥേന ദിവിസ്ഥിത എന്ന്. ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ ഈ വെള്ളത്തിലൂടെ ചുമരുമിലേക്ക് പ്രതിബിംബിച്ചതാണെന്ന് സാമാന്യ വിവേകമുള്ളവന് മനസ്സിലാവും. അപ്പം ഈ വെള്ളത്തിലെ ഓളങ്ങളെ കൊണ്ട് സൂര്യൻ്റെ പ്രതിബിംബത്തിനും ഓളങ്ങളുണ്ടാവും. സാമാന്യ ബുദ്ധിയുള്ള ആരും അയ്യോ സൂര്യൻ എന്താ പറ്റിയാവോ എന്ന് വിചാരിച്ച് മുകളിലേക്ക് നോക്കാറില്ല. ഇതാണ് വാസ്തവത്തിൽ വിജ്ഞാനിയുടെ ലക്ഷണം. ഈ പ്രപഞ്ചത്തിൻ്റെ മാക്രോകോസം അല്ലെങ്കിൽ ഈ ശരീരത്തിൻ്റെ മൈക്രോകോസം, പ്രപഞ്ചത്തിൻ്റെ മൈക്രോകോസമായ ഈ ശരീരം, ഈ ശരീരത്തിൻ്റെ വലിയ രൂപമായ പ്രപഞ്ചം, വലിയ രൂപത്തിൽ ഈശ്വരൻ എന്നും ചെറിയ രൂപത്തിൽ ജീവൻ എന്നും ബോധ്യമുള്ള ഒരു ആത്മാവിന് അതെങ്ങനെ ജീവിക്കണം? യമാദിഭിർ യോഗപഥൈരഭ്യസൻ ശ്രദ്ധയാന്വിത മയി ഭാവേന സത്യേന മൽക്കഥാശ്രവണേന ച എന്ന് ഭഗവാൻ കഥാശ്രവണത്തിൻ്റെയും ഭക്തിയുടെയും പ്രാധാന്യം തന്നെയാണ് എപ്പോഴും എടുത്തു പറയുന്നത്. പ്രത്യേകിച്ചും ദേവഹൂതിമാർക്ക് തത്വാവബോധനത്തെക്കാൾ വേണ്ടത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ ജപിക്കാനുള്ള
പ്രേമം തന്നെയാണ് വേണ്ടത്. അമ്മമാർക്ക് എപ്പോഴും നല്ലത് പ്രേമമാണ്. അമ്മമാരിങ്ങനെ സയൻറ്റിസ്റ്റുകളായിട്ടിരുന്നാൽ കാണാനൊരു ഭംഗിയില്ല. നേരെ മറിച്ച് ഉണ്ണി, കണ്ണ എന്ന് ഒരമ്മ വിളിക്കുമ്പോൾ അതിലൊരു ഭംഗിയുണ്ട്, അതിലൊരു പ്രേമമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ അമ്മയ്ക്ക് 29 ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാൻ ജ്ഞാനത്തെ ഉപദേശിച്ചത്. ആ കപിലോപദേശത്തിലെ ഏറ്റവും ചെറിയ അധ്യായ 27-ാമത്തെ അധ്യായം. അപ്പോൾ ഈ ജ്ഞാനം കണ്ടെത്തേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. ആ അനുഭവജ്ഞാനം ഉണ്ടാവാൻ യമ നിയമങ്ങളിലൂടെ സഞ്ചരിക്കാൻ ഭഗവാൻ ഉപദേശിക്കുന്നു. ഒപ്പം സാധനാനുഷ്ഠാനം, അഷ്ടാംഗയോഗം ഉപദേശിക്കും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭക്തിയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് പറയും, വർണ്ണാശ്രമ ധർമ്മങ്ങളെക്കുറിച്ച് പറയും. ഇതിൽ എന്താ പറയുക, പ്രാണനുള്ളവർ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ജീവാത്മാക്കൾ, പ്രാണനുള്ളതിൽ നിന്ന് ഗന്ധത്തെ അറിയുന്നവർ അതിലും ശ്രേഷ്ഠനായിട്ടുള്ള ജീവൻ, ഗന്ധത്തിൽ നിന്ന് രൂപത്തെ മനസ്സിലാക്കുന്നവൻ അതിലും ശ്രേഷ്ഠനായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ചവൻ. ഇങ്ങനെ കാലുകൾ അനവധിയുള്ള ജീവികളിൽ നാൽക്കാലി ഏറ്റവും ശ്രേഷ്ഠൻ. നാൽക്കാലികളേക്കാൾ ശ്രേഷ്ഠൻ ഇരുകാലി. ആരാ ഇരുകാലി? മനുഷ്യൻ. നമുക്കൊക്കെ കേരളീയർക്ക് പ്രത്യേകിച്ചും സന്ധ്യയാവുമ്പോഴേ കാല് കൂടാറുള്ളൂ. സാധാരണ നിലയ്ക്ക് ഇരുകാലികളാണ്. ഈ ഇരുകാലിയായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠൻ. എന്താ ശ്രേഷ്ഠത എന്ന് വെച്ചാൽ ജീവാത്മാവിൻ്റെ സുഹൃതം. അതുപ്രകാരം നമ്മൾ മനുഷ്യന്മാരായിട്ട് വന്നിരിക്കുന്നത്. ആ ശ്രൈഷ്ഠ്യം മനസ്സിലാക്കി ജീവിക്കുക. ഇതിലേറ്റവും ബ്രാഹ്മണനാണ് ഏറ്റവും ഉത്തമൻ. നെറ്റി ചുളിയണ്ട, ബ്രഹ്മജ്ഞൻ എന്ന് കണക്കാക്കിയാൽ മതി. ബ്രാഹ്മണന്മാരിൽ വേദം പഠിച്ചവൻ ഏറ്റവും ശ്രേഷ്ഠൻ. വേദം പഠിച്ചവരിൽ വേദത്തിൻ്റെ അർത്ഥമറിയുന്നവൻ ഏറ്റവും ശ്രേഷ്ഠൻ. വേദത്തിൻ്റെ അർത്ഥമറിയുന്നവരിൽ ആ അർത്ഥത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളവൻ അതിലും ശ്രേഷ്ഠൻ. എന്നാൽ അമ്മേ, ഇതിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠൻ വേദത്തിൽ പറഞ്ഞത് ആചരിക്കുന്ന ആളാ. സന്ധ്യ നേരത്തിരുന്ന് അപ്പം തിന്നാതെ 2 എനിക്ക് താടാ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാ ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ എന്തില്ല? തത്വഗ്രാഹമില്ല, തത്വ ആഗ്രഹം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ചെയ്യില്ല. ഇങ്ങനെ ചെയ്യാതിരിക്കുന്ന ആളുകൾ കാളയെ പോലെ ഇവിടെ ജീവിക്കും എന്ന് ഭഗവാൻ പറയും. വെറും ഗൃഹസ്ഥാശ്രമം, വെറും അവർക്ക് സംസാരിക്കാൻ കേവല കാര്യങ്ങൾ മാത്രം, അഭിമാനത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ദോഷങ്ങളെക്കുറിച്ചും മാത്രം സംസാരിക്കുന്ന അവർക്ക് ഒരിക്കലും ഒരു സുഹൃതം ചെയ്യാനുള്ള വാസന ഉണ്ടാവില്ല. അമ്മേ, ആ സുഹൃതവാസനയിലേക്ക് വരണമെങ്കിൽ ഭക്തിയോഗത്തിൽ വന്ന് ഈ വക തത്വ അവബോധനത്താൽ ജീവിക്കാറാവണം. അല്ലാത്തവൻ ആദ്യം നേരെ നരകത്തിലേക്ക് ചെല്ലും. നരകത്തിലേക്കുള്ള ദൂരം വരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭഗവാൻ. 90 × 9 × 1000 × 8 കിലോമീറ്ററാണ് നരകത്തിലേക്കുള്ള. 10,000 × 8 കിലോമീറ്ററാണ് നരകത്തിലേക്ക്. പറളിക്കാടുന്ന് ഷോർട്ട് കട്ടൊന്നുമില്ല. അപ്പോൾ ഈ നരകത്തിലേക്കുള്ള ദൂരം കൃത്യമാണ്. അപ്പോൾ നരകങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതേവരെ ഭഗവാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഭഗവാൻ ഒരു നരകം പറഞ്ഞ് പേടിപ്പിക്കേണ്ട കാര്യം ഇല്ല. അവിടെ ചെന്ന് ശിക്ഷിക്കപ്പെടുന്നവൻ വീണ്ടും ചന്ദ്രലോകത്തിൽ എത്തിച്ചേരും. അവിടുന്ന് പിതൃലോകത്തിലേക്ക് എത്തിച്ചേരും. പിതൃലോകത്തിൽ നിന്ന് തെക്കേ ഗോപുരദ്വാരത്തിലൂടെ തള്ളും. വീണ്ടും അമ്മയുടെ ഗർഭാശയത്തിൽ എത്തിച്ചേരും. ഒരു രാത്രി കൊണ്ട് കലലം എന്ന പേരിൽ ചെറിയൊരു ബിന്ദുവായി 5 രാത്രി കൊണ്ട് ഈ അച്ഛനമ്മമാരുടെ ഊർജം അത് പരസ്പരം യോജിക്കാനുള്ള ശ്രമം അതൊരു ലിക്വിഡ് അവസ്ഥയിൽ 10 രാത്രി കൊണ്ട് അതിനൊരു സോളിഡായിട്ടുള്ള പേശിയായിട്ട് അത് മാറും. ആദ്യത്തെ മാസത്തിൻ്റെ അവസാനം എന്താ പറയുക, തലയുണ്ടാവും. 2-ാം മാസത്തിൻ്റെ അവസാനം കൈകാലുകളുണ്ടാവും. 3-ാം മാസത്തിൻ്റെ അവസാനം ലിംഗഛിദ്രം ഉണ്ടാവും. 4-ാം മാസത്തിൻ്റെ അവസാനം ത്വക്ക്, മാംസം, രുധിരം, സ്നായു, മേധസ്, മജ്ജ, അസ്ഥി എന്ന 7 ധാതുക്കൾ അത് ഈ ശരീരത്തിലേക്ക് വന്നു ചേരും. 5-ാം മാസത്തിൻ്റെ അവസാനം 1 മണിയായാൽ വല്ലതും തരണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ക്ഷുത്രുടുദ്ഭവ, വിശപ്പും ദാഹവും ഉണ്ടാവും. 6-ാം മാസമാകുമ്പോഴേക്കും ജരായു എന്ന ഫൈബർ പോലെ നനുത്ത ഒരു തൊലി കൊണ്ട് ഇത് മൂടപ്പെടും. അവസാനം 7-ാം മാസത്തിൽ ബോധമുണ്ടാവും. ഗംഭീരമായിട്ട് സ്തുതിക്കും. അവസാനം പ്രസൂതിമാരുതനാൽ 9-ാം മാസത്തിൻ്റെ അവസാനമോ 10-ാം മാസത്തിൻ്റെ ആദ്യമോ പുറത്തേക്ക് വരും. രോരു യതി ഗതേ ജ്ഞാനേ വിപരീതാം ഗതിംഗത. ഉള്ളിൽ സ്തുതിച്ചതൊക്കെ പോയി, കയ്യിൽ നിന്ന് ലേ ലേ എന്നുള്ള ശബ്ദത്തിൽ ഒക്കെ പോയി. അതാണ് ഈ നമ്മൾ എഴുതിയെടുക്കാൻ കാരണം. കപിലോപദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരു കോട്ടുവായിട്ടാൽ മതി, കേട്ടതൊക്കെ പോവും.
അപ്പോൾ രോരൂയതി ഗതേ ജ്ഞാനം, ഉള്ളിൽ സംഭരിച്ചു വെച്ച സകല ജ്ഞാനവും ഇല്ലാതെയായിത്തീരും. കർമ്മവാസനകളെ കൊണ്ട് കലുഷിതമായ ജീവിതം ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. അമ്മേ, വട്ടം കറങ്ങാതെ യ ഇതം ശൃണുയാദംബശ്രദ്ധയാ പുരുഷ സകൃൽ യോ വാഭിധത്തെ മച്ചിത്ത സഹ്യേതി പദവീം ചമേ. ആരാണോ ഇത് ശ്രദ്ധയോടെ കേൾക്കുന്നത്, ആരാണോ ഇത് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത്, അവർക്ക് എൻ്റെ പദവിയിലേക്ക്, മോക്ഷത്തിലേക്ക് അനായാസേന എത്തിച്ചേരാം. ദേവഹൂതി മാതാവ് സിദ്ധപദത്തിലൂടെ സിദ്ധാ നദിയായി ഒഴുകിപ്പോയി വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കപില മഹർഷി യാത്രയായി. ആരാണോ ഈ കപില മഹർഷിയുടെ കഥ, ഉപദേശം ശ്രദ്ധയോടെ കേൾക്കുന്നത്, ആ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് കൃതധീ, യു ആർ ഡൺ എന്നർത്ഥം. ഇനി ഭഗവാനെക്കുറിച്ച് അറിയാൻ നത്തിങ് ലെഫ്റ്റ് ടു നോ, അറിയാനായി ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് തൃതീയ സ്കന്ധം അവിടെ സമർപ്പിക്കും. ഒരു അവസരം തന്ന ഭഗവാൻ, അഭിവന്ദനായ ഗുരുനാഥൻ സ്വാമിജി, ഇതിൻ്റെ സംഘാടകർ, ഏറ്റവും ഉപരി ഉച്ചയൂണിൻ്റെ ലേശം ആലസ്യമുണ്ടെങ്കിലും ഇത് ഇരുന്ന് സഹിച്ച് കേട്ട നിങ്ങൾക്കെല്ലാവർക്കും വാസ്തവത്തിൽ അഷ്ടാംഗം നമസ്കരിക്കണം. നമസ്കരിക്കാൻ നിന്നാൽ എനിക്ക് എൻ്റെ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അത് പോവും. അതുകൊണ്ട് എല്ലാവർക്കും മനസാ നമസ്കാരം.